ആദരണീയന യോഗാധ്യക്ഷൻ, സംഘടനയുടെ നേതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇവിടെ ആമുഖം തൊട്ട് എല്ലാവരും സംസാരിച്ചിരുന്ന വിവിധ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം പരമാവധി കവർ ചെയ്തുകൊണ്ട് ചെറിയ ഒരു സമയം കൊണ്ട് പൂർത്തിയാക്കാവുന്ന രീതിയിലാണ് ഞാൻ ഈ പ്രസന്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും സാലറി മേടിക്കുന്നുണ്ട്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിൽ മജോറിറ്റി ആൾക്കാർ തനിയെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കുറച്ച് പേരൊക്കെ വെളിയിൽ കൊടുത്ത് ജയിക്കുന്നു. അതിന്റെ സാമ്പത്തിക വശങ്ങളുടെ വിവിധങ്ങളായ പെർസ്പെക്റ്റീവിനെ കുറിച്ച് സ്വയമേ ആർജിച്ച അറിവുകൾ വെച്ച് എല്ലാവരും അവനവൻ്റെതായ രീതിക്ക് ചെയ്യുന്നുണ്ട്. ചിലർ കംപ്ലീറ്റ്ലി ഔട്ട്സോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സഹായം തേടിയൊക്കെ ആയിട്ട് ചെയ്യുന്നു. ഞാൻ ഇതിലെ ഒരു ഫിസിക്സ് അധ്യാപകനാണ്. തനിയെ വായിച്ചറിഞ്ഞ അറിവുകൾ കൊണ്ടാണ് ഇതിലേക്ക് കടന്നേക്കുന്നത്. ഇവിടെ ജേക്കബ് സാർ സൂചിപ്പിച്ച പോലെ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ പെർസ്പെക്റ്റീവിലുള്ള ഒരു എക്സലിന്റെ ഒരു വർക്ക് ബുക്ക് ഞാൻ സൈറ്റിൽ അവൈലബിൾ, സംഘടനയുടെ സൈറ്റിൽ 2018 തൊട്ട് അവൈലബിൾ ആണ്. എല്ലാ വർഷവും അതിന്റെ അപ്ഡേറ്റഡ് ഫയലുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അത് ചെയ്തു തുടങ്ങി. അതിന്റെ അതിൻ്റെ അകത്തൊരു എക്സൽ പാർട്ടും അതിൻ്റെ അകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫീച്ചറും എല്ലാം നോക്കി നമുക്ക് അതിൻ്റെ അകത്തൊരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ തുടങ്ങി. അതിനകത്ത് ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തൊരു ഫൈനൽ വാക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരാളല്ല, എൻ്റെ സബ്ജക്ട് മേഖലയും അല്ല. അപ്പൊ എന്നിരുന്നാലും അറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഇതിൽ അറിയാവുന്നവർ, പങ്കെടുക്കുന്നവർ കറക്റ്റ് ചെയ്ത് ബാക്കിയുള്ളവർ കൂടെ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഉപകാരമായിരിക്കുന്നുണ്ട്. ഞാനിതിനെ ടൈറ്റിൽ അതുകൊണ്ടാണ് ഫെമിലറൈസേഷൻ ഓഫ് ഫൈലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ ഫയലിംഗ് വന്ന ചരിത്രം ജേക്കബ് സാർ സൂചിപ്പിച്ചു. നേരത്തെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പലതലത്തിൽ കോളേജുകളിൽ അനുഭവിച്ചിട്ടുണ്ടാകാം. ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ സാലറി, നമുക്ക് DDO പദവി കിട്ടുന്നതിന് മുമ്പ് DDO ഓഫീസിലായിരുന്നു. അപ്പൊ ആ DDO ഓഫീസിൽ ചെന്ന് ആൾക്കാർ ഹാൻഡ് റിട്ടേൺ ആയി പൂരിപ്പിച്ച സാധനങ്ങളുടെ വ്യക്തത കുറവുമുണ്ടോ, പല കോളേജുകളിലും മാർച്ച് മാസ ശമ്പളം വളരെ ലേറ്റ് ആയിട്ടായിരുന്നു കിട്ടുന്ന ഒരു സാഹചര്യം. കാരണം DDO ഓഫീസ് ഇതെല്ലാം വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ബില്ലിലേക്ക് പോവുള്ളായിരുന്നു. അപ്പൊ ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മളൊരു ഇതിനെ ഒരു എക്സൽ ടൂളാക്കി ഉണ്ടാക്കുകയും അപ്പൊ ആ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂയും കാൽക്കുലേഷണൽ മിസ്റ്റേക്ക് ഒഴിവാക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങി വെച്ചത്. അപ്പൊ അതിനുശേഷം നമ്മൾ അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഇതിന്റെ ഒരു ചരിത്ര വഴിയിൽ നമ്മൾ ഈ പറയുന്നത് മാനുവൽ ആയിട്ട് ചെയ്തിരുന്ന വർക്കിനെ നമ്മൾ ഈ ഫയലിംഗിലേക്ക് കൊണ്ടുവന്നു. ഇത് രണ്ടു കൂട്ടർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ആയി. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ബെനിഫിറ്റ് ആയി, നമുക്കും ബെനിഫിറ്റ് ആണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വ്യക്തിയെ കുറിച്ചുള്ള സകലമാന ഇൻഫർമേഷനും വൺ ക്ലിക്ക് അവയിൽ ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളുടെ ഐഡന്റിറ്റി എൻ്റെ റിവീൽഡ് ആണ്. നേരത്തെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഗവൺമെന്റിന്റെ അവസ്ഥ പൂർണ്ണമായി ഉണ്ടായിരുന്നു. ഇപ്പൊ സാമ്പത്തിക കാര്യങ്ങളും ഗവൺമെന്റിന്റെ അടുത്ത് പൂർണ്ണമായി ഉണ്ട്. സമീപ ഭാവിയിൽ നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പകരം ഞാൻ വിചാരിക്കുന്ന നമുക്ക് തിരിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് തരുന്ന രീതിയിലേക്ക് ഇത് മാറും. കാരണം അതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ആ രീതിയിലേക്ക് ഈ സിസ്റ്റം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് ഫയൽ ചെയ്യുന്നതിന് പകരം ഈ നിയമം അവർ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ ഈ കൊല്ലം നടത്തിയ ട്രാൻസാക്ഷനുകൾ ഇതാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് തരുന്നൊരു സമീപ ഭാവിയിൽ ഉണ്ടാകും. അപ്പൊ അതിന്റെ ഒരു നിയർ പടി വരെ എത്തിയിട്ടുണ്ട്. അപ്പം അതും കൂടെ കണ്ടുകൊണ്ട് ഞാൻ ഇതിലേക്ക് എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇതിനകത്ത് ആദ്യമേ നമുക്ക് 1-2 ടേമുകൾ നമുക്ക് ഫെമിലിയർ ആകുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ജേക്കബ് സാർ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ ഇന്ന് നടത്തുന്ന സകലമാന സാമ്പത്തിക ഇടപാടുകൾക്കും പാൻ അല്ലെങ്കിൽ ആധാർ അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ ചെയ്തേക്കുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഗവൺമെന്റ് സംവിധാനം നമ്മളിൽ ട്രാക്ക് ചെയ്തേക്കുന്ന രണ്ട് കാര്യം, നമ്മുടെ മൊബൈൽ നമ്പർ ഇത് രണ്ടുമായിട്ടും ബന്ധിച്ചാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആധാറുമായിട്ട് ബന്ധിച്ച് നിൽക്കുന്നു. ആധാറിൽ പാൻ കാർഡ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡാറ്റ നമ്മൾ അറിയാതെ തന്നെ ഇവരുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പൊ ആ ചെല്ലുന്ന ഡാറ്റ നേരത്തെ നമ്മൾ അങ്ങ് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ സാമ്പത്തിക കാര്യങ്ങളും അവരുടെ ഉണ്ട് എന്ന് ഇപ്പൊ തിരിച്ച് നമ്മളോട് അറിയിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ 2 ഫോമും അല്ലെങ്കിൽ 3 ഫോമുകളായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഒന്നാമത് പറയാവുന്ന ഫോം 26AX എന്നാണ്. അതായത് മുൻകാലങ്ങളിൽ ആ ഫോം മാത്രമേ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ നടത്തുന്ന പ്രോപ്പർട്ടി പർച്ചേസ്, ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ TDS TCS അങ്ങനെയുള്ള കുറച്ച് ഏരിയയിലെ മാത്രം കാര്യങ്ങളായിരുന്നു അവർ നമുക്ക് തിരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ നിന്ന് മാറി ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഡാറ്റ അവർ സ്വരൂപിച്ച് ആ ഫൈനാൻഷ്യൽ ഇയറിന്റെ അവസാനം നമ്മളിലേക്ക് കാണിക്കുന്ന രീതിയിലേക്ക് വന്നു. അതാണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ഫോം 26AS തമ്മിലുള്ള വ്യത്യാസം.
അപ്പം ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ സകലമാന ബാങ്ക് അക്കൗണ്ടുമായിട്ടുള്ള ഡീലിങ്, റെന്റ് റിസീവ്ഡ്, പർച്ചേസ്, അങ്ങനെ സെയിൽ, ട്രാൻസാക്ഷൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് വന്നു. ഈവൻ GST ടേൺ ഓവർ അങ്ങനെയുള്ള കാര്യങ്ങളും, ഫോറിൻ റെമിറ്റൻസ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ഇപ്പൊ അതിനകത്ത് മേജറായിട്ട് വരുന്നില്ലാത്ത ഏക ഒരു മേഖല എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകൾ ഇപ്പം അത്ര കണ്ടുവരുന്നില്ല. ചില സൊസൈറ്റികൾ മാത്രമേ ഈ ട്രാൻസാക്ഷൻ അങ്ങോട്ട് സമർപ്പിക്കുന്നുള്ളൂ. അപ്പൊ അതും കൂടെ വന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളുമായി നിയമപരമായിട്ട് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന ഗോൾഡ് പർച്ചേസ് മുഴുവൻ ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ്. പക്ഷെ ഗോൾഡ് മർച്ചന്റ് എല്ലാം അങ്ങനെ നമ്മുടെ പാനിൽ തന്നെ രേഖപ്പെടുത്തുന്നില്ല. അതിനെ പല ബില്ലുകളൊക്കെ ആക്കി മാറ്റിയിട്ടാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് അതും ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ്. അപ്പൊ അത് കൂടാതെ നമ്മളിപ്പോ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഫോം 16 ആണ് കോളേജ് ഓഫീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ. ആക്ച്വലി ഇൻകം ടാക്സിന്റെ നിയമത്തിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടാകാം, നമ്മളല്ല ശരിക്കും നമ്മുടെ സാലറിയിൽ നിന്ന് ടാക്സ് അടയ്ക്കാൻ ഉത്തരവാദി എന്ന് പറയുന്നത്. നമ്മുടെ എംപ്ലോയർ ആണ് അതിന്റെ ഉത്തരവാദി. എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്കൊരു ഗവൺമെന്റിൽ നിന്ന് മണി തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിൽ നിന്ന് സാലറി, ഗവൺമെന്റിൽ നിന്നല്ല ആരിൽ നിന്നും ഒരു എംപ്ലോയിക്ക് സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള നിശ്ചിത നിയമാടിസ്ഥാനത്തിലുള്ള ടാക്സ് പിടിച്ച് ഗവൺമെന്റിന് കൊടുത്തിരിക്കണം എന്നുള്ളത് എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ ടാക്സ് അടച്ചില്ലെങ്കിൽ നമ്മളല്ല ആക്ച്വലി കുറ്റക്കാരായിട്ട് വരിക, ആദ്യമേ നമ്മുടെ എംപ്ലോയർ ആണ് കുറ്റക്കാരായിട്ട് വരിക. അപ്പൊ അതിന് അവർക്ക് പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഫോം 16 എന്ന് പറയുന്നത്. ആനുവൽ നമ്മൾ നടത്തിയേക്കുന്ന കോളേജുമായി ബന്ധപ്പെടുത്തി നടത്തിയേക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളുമായിട്ട് എംപ്ലോയറുമായിട്ട് ഡീൽ ചെയ്ത് വന്നേക്കുന്ന സാമ്പത്തികം എങ്ങനെയൊക്കെയാണ് വിനിയോഗിച്ചത് എന്നുള്ള കാര്യം പറയാണ്. അപ്പൊ അതുകൊണ്ടാണ് ജേക്കബ് സാർ അതിനകത്ത് സൂചിപ്പിച്ച നമ്മുടെ ഷെയർ കാര്യങ്ങളെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമാനുസൃതമായിട്ട് കോളേജിൽ അറിയിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. അപ്പൊ അതൊരു ഫോം 16 പാർട്ടായിട്ട് വരണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത്. അത് നമ്മളെ അറിയിക്കേണ്ട ആള് ഇൻകം ടാക്സിനെ നേരിട്ടാണ്. അത് നടത്തുന്ന കാര്യങ്ങൾ ഇൻകം ടാക്സ് അറിഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇപ്പോഴത്തെ സംവിധാനത്തിൽ അവർ നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പം ആ പരിപാടി ഫോം 16 അപ്പൊ എംപ്ലോയറുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപ്ലോയർ പിടിക്കുന്ന ടാക്സിന്റെ എമൗണ്ടിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ അനുബന്ധമായി നടത്തിയ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ നിന്ന് വേറെ ഏജൻസികൾ നമ്മുടെ പേരിൽ TCS എടുത്തിട്ടുണ്ടെങ്കിൽ, ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ച് നമുക്ക് അത്രയും കുറച്ചടച്ചാൽ മതി. അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഈ റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് ആണ് ശരിക്കും മേടിക്കേണ്ടത്. അപ്പൊ ആ ഫോം 16 അത് രണ്ട് പാർട്ടാണ് ഉള്ളത്, പാർട്ട് എയും പാർട്ട് ബി എന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ബേസിക് ഇൻഫർമേഷനും നമ്മുടെ എംപ്ലോയറിന്റെ ഇൻഫർമേഷനും സംബന്ധിച്ചുള്ള ഒരു കാര്യവും, പിന്നെ TDS ഡീറ്റെയിൽസും. രണ്ടാമത് നമുക്ക് സാലറി തന്നതും ആ സാലറിയുടെ ഡിഡക്ഷൻസ് എങ്ങനെയായിരുന്നു, ആ കട്ടിങ് ഓരോ വിവിധ ഹെഡുകളിൽ നമ്മൾ എങ്ങനെയാണ് അത് ഡിഡക്ട് ചെയ്യാൻ ഉപയോഗിച്ചെന്നുള്ള ലോജിക്ക് എംപ്ലോയറോട് പറയുക, എംപ്ലോയർ അതുവഴി എംപ്ലോയറുടെ പോർട്ടലിൽ ടാനിലുള്ള ലോഗിനിൽ നമ്മുടെ ഡീറ്റെയിൽസ് സമർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് നേരത്തേന് വ്യത്യസ്തമായി ഫോം 16 ഇപ്പൊ പ്രിന്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് ആ ഫോം 16 ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ നിന്നാണ്. അത് ചിലപ്പോൾ മിക്കവാറും കോളേജുകൾ തനിയോ അല്ലെങ്കിൽ കോളേജ് കൺസൾട്ടൻസുകളെ നിയമിച്ച് അവർ വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഫോം 16 നിന്നാണ് സാലറി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത്. ബാക്കിയുള്ളത് വിവിധങ്ങളായ സോഴ്സിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പാൻ വെച്ചിട്ട് സ്വരൂപിച്ച് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ട മാൻഡേറ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് സ്വരൂപിച്ച്, അപ്പൊ ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് ഈ സാധനങ്ങൾ നമുക്ക് നൽകുകയാണ് ശരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാനിവിടെ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ITR 1 ഫോക്കസ് ചെയ്താണ്. ഏറ്റവും കോമൺ ആയിട്ട് അധ്യാപകരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ഫോമാണ്. നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഒരു ടെർമിനോളജികളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ജേക്കബ് സാർ സൂചിപ്പിച്ചായിരുന്നു, നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പറയുകയാണെങ്കിൽ 1961 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് 2025 ആക്ടും ഉണ്ട്. 2025 ആക്ട് വന്നപ്പോൾ മുഴുവൻ റീസ്ട്രക്ചർ ചെയ്തു. നേരത്തെ ഇൻകം ടാക്സ് റൂളുകളിലെല്ലാം റെഫർ ചെയ്യുന്ന ഇയേഴ്സ് എന്ന് പറയുന്ന അസസ്മെന്റ് ഇയർ എന്ന് പറയുന്ന ടെർമിനോളജിയിലായിരുന്നു. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഉപയോഗിക്കുകയും റൂളിലെല്ലാം അസസ്മെന്റ് ഇയറിനെ ബേസ് ചെയ്തുമായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് മാറ്റം വന്നു. ഇപ്പൊ പുതിയ ടേം വന്നു, ടാക്സ് ഇയർ എന്ന് പറയുന്ന ടെർമിനോളജിയിലേക്ക് വന്നു. അതാണ് ഇൻകം ടാക്സ് ആക്ട് 25 വരുമ്പോൾ ഉള്ളത്. നേരത്തെ ഈ ഫിനാൻഷ്യൽ ഇയറോ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്ന രണ്ട് ഫിനാൻഷ്യൽ ടൈമുകൾ ഇയറിനെ വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. കാരണം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാം അസസ്മെന്റ് ഇയറിനെ വെച്ചിട്ടും, അതായത് നെക്സ്റ്റ് ഇയർ ആണ് അസസ്മെന്റ് ഇയർ ആയിട്ട് വരുന്നത്, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ടുള്ളത്. കറണ്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഫൈനാൻഷ്യൽ ഇയർ വെച്ചിട്ടുമായിരുന്നു. ഞാനിവിടെ ITR 1 ഫോക്കസ് ചെയ്യുന്നത്. മെജോറിറ്റി ആയിട്ടുള്ള ഓർഡിനറി റെസിഡന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ്, നമുക്കറിയാം ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ഉണ്ട്, അതർ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്, പല ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പല ഫെയിമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ ITR 1 വരുന്ന ഈ കാറ്റഗറിക്കാണ്. നമ്മുടെ സാലറി, ചെറിയ പ്രൊഫഷൻ, 2 ഹൗസ് വരെ ഉള്ളവര്,
പെൻഷനോ അങ്ങനെയുള്ള കാറ്റഗറി. പിന്നെ നമുക്ക് ഒരു ഇൻകം പറയുന്നത് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിവിഡൻഡ്, ഗിഫ്റ്റ് ഒക്കെ ചെറിയ തോതിലുള്ളത്. അതായത് നമുക്ക് ഈവൻ ലോട്ടറി വിന്നിങ്ങിന്റെ കേസിലേക്ക് വന്നാൽ അതിനെ അപ്പുറത്തെ ഫോമിലേക്ക് മാറേണ്ടി വരും. അല്ലാതെ ഇപ്പൊ ഒരു ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് കിട്ടുന്നവരൊക്കെ ആണെങ്കിൽ ITR 2 അവരൊക്കെ പോകേണ്ടത്. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ലൈൻ 1.25 ലാക്ക് വരെ ഉള്ളതാണെങ്കിൽ, പിന്നെ അഗ്രികൾച്ചർ ഇൻകം 5,000 താഴെയാണെങ്കിൽ, നെറ്റ് സാലറി എന്ന് പറയുന്നത് 50 ലാക്ക് താഴെയാണ്. ഇങ്ങനെയുള്ളവർക്കാണ് നമുക്കിപ്പം 2 നിയമങ്ങൾ വഴി ഇത് റിട്ടേൺ ടാക്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഒന്ന് ഓൾഡ് റിജീം ഓഫ് ടാക്സും മറ്റത് ന്യൂ റിജീം 115 BAC എന്ന് പറയുന്ന റൂൾ വഴിയും, ഓൾഡ് ആൻഡ് ന്യൂ റിജീം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകത, നേരത്തെ ഉണ്ടായിരുന്നത് ഓൾഡ് റിജീം ആയിരുന്നു ഡീഫാൾട്ട് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം തൊട്ട് ന്യൂ റിജീമാണ് ഡീഫാൾട്ട് ആയിട്ടുള്ളത്. നമ്മൾ വേണമെങ്കിൽ ഓൾഡ് റിജീം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂ റിജീം ഡീഫാൾട്ട് ആയിട്ട് നമ്മൾ ടാക്സ് നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ന്യൂ റിജീമാണ്. ഈ 2 രീതിയിലും ടാക്സ് എങ്ങനെ ഫയൽ ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. ഇതിലേക്ക് എത്താനായിട്ട് നമുക്ക് ഇൻകം ടാക്സിന്റെ പോർട്ടൽ ആദ്യമേ സ്വീകരിക്കണം. ഇൻകം ടാക്സിന്റെ പോർട്ടൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റുകൾ 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന് ഈ ടാക്സ് ആക്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ബേസിക് ഫിനാൻഷ്യൽ മാറ്ററിനെ കുറിച്ച് ജനറൽ ഗവൺമെന്റിന്റെ പോർട്ടലായിട്ടുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. കൂടാതെ ഫയലിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് പോർട്ടലും ഉണ്ട്. അപ്പൊ ഈ 2 പോർട്ടലിലും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ചുമ്മാ ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്താൽ മറ്റേ പോർട്ടലും കൂടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇതിനകത്ത് gov.in എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന ഇൻകം ടാക്സ് gov.in എന്ന് പറയുന്ന പോർട്ടലുണ്ട്. അതിന്റെ അകത്ത് കൂടാതെ നമുക്ക് ഈ ഫയലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ആ പോർട്ടൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിനെ സെർച്ച് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടൽ എന്നോ അങ്ങനെ രീതിയിൽ സെർച്ച് ചെയ്തെടുക്കുക. സെർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ ഇവിടെ തന്നെ ആദ്യമേ നമ്മൾ ഈ ടാക്സ് ഇയർ എന്നും ഫിനാൻഷ്യൽ ഇയർ എന്ന ടൈമിനെയൊക്കെ അവർ ഫെമിലറൈസ് ആകാനായിട്ടുള്ള സ്ക്രോളുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അടുത്ത കൊല്ലം തൊട്ട് അസസ്മെന്റ് ഇയറും ഇല്ല, ഫിനാൻഷ്യൽ ഇയറും ഇല്ല, ടാക്സ് ഇയർ എന്ന് പറയുന്ന ടെർമിനോളജി മാത്രമേ ഉള്ളൂ. ഇതിന്റെ മുകളിലുള്ള ലോഗിൻ ആണ്. ലോഗിൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. മിക്കവാറും എല്ലാവർക്കും ഓൾറെഡി ലോഗിൻ അവൈലബിൾ ആണ്. നമ്മുടെ റിട്ടേണുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടാക്സ് പ്രാക്ടീഷണറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ നമ്മുടെ പേരിൽ ലോഗിനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ അതുവഴി നമുക്ക് ഫയൽ ചെയ്യാവുന്നത്. പിന്നെ ലോഗിൻ പേജിൽ വന്നാൽ ഇതാണ് അതിന്റെ URL ആയിട്ട് വരുന്ന ആ റെഡ് കളർ കാണിച്ചിരിക്കുന്നതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്. നമ്മളത് നോക്കണ്ട, സെർച്ച് ചെയ്ത് പോയി ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ലോഗിന്റെ ഡീഫാൾട്ട് യൂസർ നെയിം എന്ന് പറയുന്നത് എല്ലാവരുടെയും പാൻ നമ്പറാണ്. അപ്പം ഡീഫാൾട്ട് പാൻ ആണ് നമുക്ക് യൂസർ ID ആയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ആധാർ നമ്പറോ അല്ലെങ്കിൽ പ്രത്യേകമായി ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നോർമലി എല്ലാവരും അവർ ആദ്യമേ തന്നെ ആധാർ വരുന്നതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്ത യൂസർ IDകളായതുകൊണ്ട് പാൻ IDs ആയിരിക്കും എല്ലാവരുടെയും ഉണ്ടാകുന്നത്. ഈ പാൻ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഈ കണ്ടിന്യൂ ബട്ടൺ എനേബിൾഡ് ആവുള്ളൂ. അതിന് മുമ്പ് പാൻ എൻ്റർ ചെയ്യാത്തപ്പോൾ ഡിസേബിൾഡ് ആക്ടിവിറ്റി ആയിരിക്കും. നമ്മളൊരു പാൻ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്താൽ കണ്ടിന്യൂ എനേബിൾഡ് ആവും. കണ്ടിന്യൂ ബട്ടൺ വെച്ചാൽ മതി. ആദ്യമേ പാൻ ആണ് അവർ വാലിഡേറ്റ് ചെയ്യുന്നത്. പാൻ വാലിഡേറ്റ് ചെയ്ത ഒരാളെ മാത്രമേ യൂസർ ID എൻ്റർ ചെയ്യാൻ, പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. നമ്മുടെ പാൻ വാലിഡേറ്റ് ചെയ്താൽ ഇവിടെ ഈ ഡോട്ട് ഇട്ടെടുത്ത് പാൻ അവിടെ കാണിക്കും. നമ്മൾ ഏത് പേജിലേക്ക് ലാൻഡിങ് പോകുന്നതിന് തൊട്ട് താഴെ കാണിക്കും. പിന്നെ നമ്മൾ ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്കും ചെയ്ത് പാസ്വേഡ് എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ താഴത്തെ കണ്ടിന്യൂ ബട്ടൺ എനേബിൾ ആവുള്ളൂ. അപ്പൊ അതുവഴിയാണ് നമുക്ക് ലോഗിൻ ആകുന്നത്. നമ്മൾ ടിക്ക് ബോക്സിൽ പാസ്വേഡ് എൻ്റർ ചെയ്താൽ വിൽ ബി കണ്ടിന്യൂ ബട്ടൺ. ഇതിന്റെ അകത്ത് നമ്മൾ ലാൻഡ് ചെയ്താൽ ഇതാണ് നമ്മുടെ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേജിലാണ് എല്ലാവിധ ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ലോഗിൻ വെച്ചിട്ട് നമ്മുടെ പ്രീ ഡേറ്റ വെച്ച് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഇവിടെ പ്രീഫിൽഡ് ആയിട്ട് കാണിക്കും. അതിന്റെ മുകളിലത്തെ മെനു ബാറുകൾ ശ്രദ്ധിച്ചാൽ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും. ഫയലിംഗ് ഓപ്ഷൻ ഉണ്ട്, ഓതറൈസ്ഡ് പാർട്ട്നേഴ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്, AS. അതിൽ ആ AS ആണ് നമ്മൾ ഏറ്റവും ആദ്യമേ വിസിറ്റ് ചെയ്യേണ്ട കാര്യം. കാരണം നമ്മൾ കൊടുത്തേക്കുന്ന വിവിധങ്ങളായ ഡേറ്റയും കൂടാതെ അവർ നമ്മളെ കുറിച്ച് സമാഹരിച്ചിരിക്കുന്ന ഡേറ്റയും അവിടെ ഡിസ്പ്ലേഡ് ആണ്. അപ്പൊ ആദ്യമേ പോകേണ്ട ആ മെനുവിൽ ടോപ്പിലുള്ള ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ AS എന്ന് പറഞ്ഞ ചുരുക്കപ്പേര് കാണിക്കുന്ന പേജിലാണ് പോകേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. അപ്പൊ അവിടെ ലാൻഡ് ചെയ്താൽ, അതായത് ഈ ലോഗിനിൽ തന്നെയാണ് അത് പോകുന്നത്, വേറൊരു ലോഗിൻ പേജ് അല്ല. ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ASൽ ലാൻഡ് ചെയ്യാം. ഈ ലോഗിൻ ആണെങ്കിൽ അവിടുന്ന് ആ യൂസർ ID വെച്ചുകൊണ്ട് തന്നെ ലാൻഡ് ചെയ്യും. ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും, പിന്നെ AIS എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് PDF ആയിട്ടോ XL ആയിട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാം ഈ സ്റ്റേറ്റ്മെന്റ്, അതല്ലെങ്കിൽ സൈറ്റിൽ തന്നെ കാണാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ AIS എന്ന് പറഞ്ഞ ടാബ് നമ്മൾ പ്രസ് ചെയ്താൽ
ഇവിടെ 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന് ടാക്സ് പെയർ ഇൻഫർമേഷൻ സമ്മറിയും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അതായത് ടാക്സ് പെയർ നമ്മളുടെ ഇതിൽ നിന്ന് ഫില്ല് ചെയ്തേക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഈ ഫിനാൻഷ്യൽ ഇയർ ഡ്രോപ്പ് ഡൗണിൽ അവൈലബിൾ ആണ്. ഏത് ഇയർ വേണേലും നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അവിടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ ഡീഫോൾട്ട് ആയിട്ട് അവിടെ ഉണ്ടാകും. പിന്നെ ഈ ഒരു പേജിന്റെ ലാൻഡിംഗ് ടൈം എന്ന് പറയുന്നത് AS പേജിലാണെങ്കിൽ 20 മിനിറ്റ്സ് വരെ സെഷൻ എക്സ്പയർ ചെയ്യാൻ നിൽക്കും. അതേസമയം റിട്ടേൺ ഫയലിലാണെങ്കിൽ 15 മിനിറ്റ്സ് ആണ്. യാതൊരുവിധ ട്രാൻസാക്ഷനും ഇല്ലാതെ നമുക്ക് അവിടെ ഐഡിയലായിട്ട് നമ്മൾ അതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര സമയമാണ്. അത് കഴിയുമ്പോൾ എക്സ്പയർ ആവും. വാണിംഗ് തരും, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ ASന്റെ അകത്തെ പേജിൽ ലാൻഡ് ചെയ്താൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, പാൻ, ആധാർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളും ബാക്കിയുള്ള പേഴ്സണൽ ഈ ഷോമർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡേറ്റകൾ അവൈലബിൾ ആണ്. നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇതിന്റെ ലാസ്റ്റ് പാർട്ട് B എന്ന് പറയുന്ന പാർട്ടിലാണ്. പാർട്ട് ബിയിൽ വിവിധങ്ങളായ തരത്തിലുള്ള സാധനമുണ്ട്. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് TDS TCS ആണ്. അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് ദ സോഴ്സും ടാക്സ് കളക്റ്റഡ് അറ്റ് ദ സോഴ്സ് എന്ന് പറയുന്നതാണ്. അപ്പൊ നോർമലി നമുക്ക് ഉണ്ടാകുന്ന ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് ദ സോഴ്സ് കോമൺ ആയിട്ട് ഒരു കോളേജ് അധ്യാപകരാണെങ്കിൽ അവരുടെ സാലറി കാണും. പിന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ലീഗലായിട്ട് ഏതെങ്കിലും റെമ്യൂണറേഷൻ തരത്തിൽ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. അവരെല്ലാം ഇപ്പോൾ ഇത് ഫയൽ ചെയ്തിട്ട് മാൻഡേറ്ററി ആയിട്ട് 2 ലക്ഷത്തിൽ താഴെ ട്രാൻസാക്ഷൻ നടന്ന 10% ഡിഡക്ട് ചെയ്തിട്ട് നൽകാവുള്ളതാണ്. അപ്പൊ TCSന്റെ അകത്ത് അത് ഉണ്ടാകും, അല്ല TDSന്റെ അകത്ത് ഉണ്ടാകും. ഇനി ഉണ്ടാകുന്ന ഒരു കാറ്റഗറി 10 ലക്ഷത്തിന് മുകളിൽ ഒരു കാറിന്റെ പർച്ചേസ് നടത്തിയാൽ അതിൽ നിന്ന് 1% ടാക്സ് പിടിക്കുന്നുണ്ട്. അതായത് എല്ലാവരെയും ടാക്സ് പെയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്പറാണ്. അപ്പൊ ആ 10 ലക്ഷത്തിന് മുകളിൽ ഉള്ള വാഹനത്തിന്റെ ടാക്സ് 1% പിടിച്ചത് തിരിച്ച് റീഫണ്ട് ചെയ്യും, പ്രൊവൈഡ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ 1% തിരിച്ചു തരുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വണ്ടി പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ഫയൽ ചെയ്യും. റിട്ടേൺ ഫയൽ ആണെങ്കിൽ ഒന്നെങ്കിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ സർവ്വമാന ഡേറ്റയും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ബാധ്യതയിലേക്ക് വരും. ഒരു പ്രാവശ്യം റിട്ടേൺ ഫയൽ ചെയ്താൽ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് അവർ പിന്നീട് കാലങ്ങളിൽ കളക്ട് ചെയ്ത് കൂടുതൽ ഒതന്റിക് ആയിട്ട് ഇൻഫർമേഷൻ അവരുടെ ഉപയോഗിച്ച് ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണ് പല TCSനെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടാതെ നമ്മൾ ഈ SFT എന്ന് പറയുന്ന അതർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ കാറ്റഗറീസ് ആണ്. സ്പെസിഫിക്കഡ് ആയിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ സകലമാന ബാങ്ക് ഇൻട്രസ്റ്റുകളും, അതായത് സേവിങ്സ് അക്കൗണ്ടിൽ വരുന്നു, FDO അങ്ങനെ ഇതിലുണ്ട്, പോസ്റ്റ് ഓഫീസ്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇൻകവും നമ്മൾ പാനുമായിട്ട് ബന്ധപ്പെടുത്തി അവര് റിപ്പോർട്ട് ചെയ്യുകയും അതിവിടെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ കോളേജിൽ മാർച്ച് മാസത്തിൽ കൊടുത്തതിൻ്റെ അകത്ത് കറക്റ്റായ ഇൻഫർമേഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് രണ്ടാമത് ഫയൽ ചെയ്യുമ്പോൾ ഇതുണ്ടാകണം. കാരണം കോളേജിൽ നിന്ന് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രീഫിൽഡ് ആയിട്ട് അവിടെ ഉണ്ടാവുകയുള്ളൂ. ഈ ഡേറ്റ നമ്മൾ എടുത്ത് കറക്റ്റ് ഫിഗർ എടുത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ടാക്സ് കാൽക്കുലേഷൻ, ഇതാണ് ജേക്കബ് സാർ സൂചിപ്പിച്ചത്, ഈ ഇൻഫർമേഷനുമായിട്ട് അവർ ക്രോസ് ചെക്ക് ചെയ്യും. നമ്മൾ കൊടുത്തേക്കുന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ ടാക്സിന് അവർ ഫൈനോട് കൂടിയിട്ട് ഇൻവോക്ക് ചെയ്യുകയും ചെയ്യും. അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഇവിടെ ചെക്ക് ചെയ്തേച്ചാൽ അത് ഇങ്ങോട്ട് പോകാവുള്ളൂ. ഇനി പേയ്മെന്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന കാറ്റഗറി വന്നാൽ അതിൻ്റെ അത് അതർ ഇൻഫർമേഷൻ ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ കൊല്ലം കൊടുത്ത ടാക്സിന്റെ ഇൻഫർമേഷൻ ഉണ്ടാകും. പിന്നെ ഡീംഡ് റീഫണ്ട് ഉണ്ടെങ്കിൽ റീഫണ്ടിന് ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ ചാർജ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. റീഫണ്ട് എമൗണ്ടിനല്ല, റീഫണ്ടിന്മേൽ ചാർജ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന തുക വളരെ കൂടുതലുണ്ടെങ്കിൽ അതിന് അവർ ഇൻട്രസ്റ്റ് നമുക്ക് തരുന്നുണ്ട്. ആ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്തതിന് തിരിച്ച് റീഫണ്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ്. ആ റീഫണ്ട് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് ടാക്സബിൾ ആകുന്നില്ല, അതിനകത്ത് ഇൻട്രസ്റ്റ് കമ്പോണന്റ് ഉള്ളത് ടാക്സബിൾ ആകുകയും ചെയ്യും. കാരണം ഇപ്പോൾ പുതിയ നിയമപ്രകാരം നമ്മൾ അങ്ങോട്ട് അടയ്ക്കുന്നതിന് ഇവര് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ 234 എന്ന് പറയുന്ന സെക്ഷനുകൾ വെച്ചിട്ട് ഓരോ ക്വാർട്ടറിലും ഇത്ര എമൗണ്ട് കുറവാണെങ്കിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് എക്സസ് ടാക്സ് അടച്ചാൽ തിരിച്ച് റീഫണ്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് തരുന്നത്. അപ്പൊ അത് ഇവിടെ ഉണ്ടാവും, ഈ ഡിമാൻഡ് ആൻഡ് റീഫണ്ട് എന്ന് പറയുന്ന സെക്ഷനിൽ. പിന്നെ അതർ ട്രാൻസാക്ഷൻ്റെ അകത്ത് നമ്മൾ ഇതുവരെ നടത്തിയേക്കുന്നത് നമ്മുടെ സാലറി. അപ്പൊ ഈ സാലറി പുഷ് ചെയ്യുമ്പോൾ എന്നാ പ്രത്യേകത വെച്ചാൽ ഇവര് നമ്മൾ ഓരോ മന്ത്ലി അടച്ചതിന്റെ ടോട്ടൽ എമൗണ്ടും കാണിക്കും, ഓരോ മന്ത്ലി നടത്തിയ ട്രാൻസാക്ഷനും അതിൻ്റെ അകത്ത് സാലറി വന്നേക്കുന്നത് എത്രയാണെന്നും അതിൻ്റെ അകത്ത് എത്രയാണ് TDS അടച്ചേക്കുന്നത് എന്നുള്ള സർവ്വമാന ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇവിടെയുള്ള കാര്യങ്ങളും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ആക്ച്വൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നിടത്തോട്ട് പോകാവുള്ളൂ. ഇപ്പോൾ ഫോം 16 ഒരു ഫൈനൽ സാധനമല്ല എന്ന് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ എംപ്ലോയറുടെ എൻഡിൽ നിന്ന് നമ്മളെ കുറിച്ചുള്ളത് മാത്രമാണ്. അതർ സോഴ്സിൽ നിന്നുള്ള കാര്യങ്ങൾ ഇവിടെയാണ് അവൈലബിൾ ആകുന്നത്. അപ്പൊ ഇതും കൂടെ ക്രോസ് ചെക്ക് ചെയ്തിട്ടേ നമ്മളെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാവുള്ളൂ. ഇനിയാണ് ആക്ച്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇവിടെ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ലാൻഡിങ്ങിന്റെ മുകളിൽ തന്നെ ഡാഷ്ബോർഡ് ഉണ്ട്, ഇ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിലെ AS എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നു എടുത്തിരുന്നത്. ഇനി ഇവിടെ ഇ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത്
ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന മെനു ഉണ്ട്. അതായത് ഈ ഫയലിന്റെ അകത്ത് ഇൻകം ടാക്സ് റിട്ടേൺ, ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പ്രവേശിച്ചാൽ ഇതായിരിക്കും വരുന്ന ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അത് ഇൻകം ടാക്സ് റിട്ടേൺ ITR എന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ ഇയർ കറണ്ട് അസസ്മെന്റ് ഇയർ അവിടെ ഡീഫാൾട്ട് ആയിട്ട് തിരഞ്ഞെടുക്കും. നമുക്ക് പ്രീവിയസ് ഇയറിലെ ഈ ഡേറ്റ് കഴിഞ്ഞാൽ ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ടാക്സ് പ്രാക്ടീഷണർക്ക് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എനേബിൾഡ് ആയിരിക്കുകയില്ല. അപ്പൊ ഇവിടെ നമ്മൾ കറണ്ട് ഇയർ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം ഓൺലൈൻ ആണ് ഓഫ്ലൈൻ ആണ്. ഓഫ്ലൈൻ മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്കൊരു അജാക്സ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് എക്സൽ പോലത്തെ XML ആയിട്ട് ജനറേറ്റ് ചെയ്ത് തിരിച്ച് അപ്ലോഡ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. അതിനൊക്കെ ഈസി എന്ന് പറയുന്നത് ഇപ്പോൾ ഓൺലൈനാണ്. നേരത്തെ XML ഫയൽ വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ അതിന് കാലം എഫക്റ്റീവ് ആയിട്ട് ഇവർ ഓൺലൈനിൽ വന്നതുകൊണ്ട് നമുക്ക് ഓൺലൈൻ പ്രിഫറൻസ് ആണ്. ഞാനിവിടെ ഓൺലൈൻ മോഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ തിരഞ്ഞെടുത്താൽ അന്നേരം കണ്ടിന്യൂ ബട്ടൺ എനാബിൾ ആവും. ഇതിന്റെ അകത്താണ് നമ്മൾ കാറ്റഗറി വരുന്നത്. നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് എന്ന നിലയിലാണ്. HUF എന്ന് പറയുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നവർക്കാണ്. അദേശം എന്ന് പറയുന്നത് ജോയിന്റ് ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ്. ഇപ്പൊ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ITR ഏതാണെന്ന് തിരഞ്ഞെടുക്കണം. ഇപ്പം ജേക്കബ് സാർ സൂചിപ്പിച്ച വിവിധ തരങ്ങളായ ITR ഫോമുകളുണ്ട്. അതിൽ ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കണം. അപ്പൊ ITR ഫോമുകൾ എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ഞാനിപ്പോൾ പരാമർശിക്കുന്ന ITR 1 ആണ്. അതാണ് ഞാൻ ഇവിടെ താഴെ ഡ്രോപ്പ് ഡൗൺ വെച്ചത്. അപ്പൊ അതിന്റെ താഴെ അത് ആർക്ക് വേണ്ടിയിട്ടാണ് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. റെസിഡന്റ് ആയിരിക്കണം, 50 ലക്ഷത്തിൽ ഇൻകം ആയിരിക്കണം, സാലറിയിൽ നിന്ന് 2 വീട് വരെ ആകാവുള്ളൂ, അതർ സോഴ്സ് ഇൻട്രസ്റ്റ് അങ്ങനെയുള്ളതുണ്ടാവുള്ളൂ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിമിനൊക്കെ ഉണ്ടെങ്കിൽ 1.25 ലാഖ് വരെ ഉണ്ടാവുള്ളൂ, അഗ്രികൾച്ചർ ഇൻകം 5000 രൂപ വരെ. അപ്പൊ ഇവിടെ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഇൻകത്തിന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് വേണം. ആ ലോസിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. ലോസും ഗെയിനും കൂടെ കിഴിച്ചിട്ടുള്ള ഡിഫറൻസിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഗെയിൻ വന്നതിന് മുഴുവൻ കൊടുക്കേണ്ട. ലോസ് ഉണ്ടെങ്കിൽ ലോസിന്റെ എമൗണ്ട് കുറച്ചിട്ട് അപ്പൊ അതിനായാലും ടാക്സ് പ്രാക്ടീസ് കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ITR 2 ആണ്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നല്ലാതെ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുന്ന കാറ്റഗറി മാത്രമാണെങ്കിൽ. ITR 3 ആണെങ്കിൽ ഹാവിങ് ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ആൻഡ് ബിസിനസ് പ്രൊഫഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പറയാവുന്ന നിങ്ങൾ ഈ ബുക്കുകൾ എഴുതുന്നതിന്റെ റോയൽറ്റി വന്നവർക്കൊക്കെ ഈ കാറ്റഗറിയാണ് ഉപയോഗിക്കേണ്ടത്. റോയൽറ്റി ഇൻകത്തിന് ഡിഡക്ഷൻസ് നമുക്ക് റീഫണ്ട് ചെയ്യാവുന്നതാണ്. അത് ഉണ്ടാണെങ്കിൽ ഇത് ഫയൽ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ITR 1 ITR 4 എന്ന് പറയുന്ന കാറ്റഗറി ഇതിനോട് നമ്മൾ നോർമൽ അല്ലാത്ത ഈ കരയുന്ന രീതിയിൽ 50 ലക്ഷത്തിന് മുകളിൽ തുക ഉണ്ടാവുകയും ഇതിനകത്ത് ചില കാറ്റഗറിയും കൂടെ വരുന്നവരാണ്. എന്താണ് അഗ്രികൾച്ചർ ഇൻകത്തിന് അതിനൊക്കെ മുകളിൽ കാണിക്കുന്ന കാറ്റഗറിയാണ്. ഇപ്പൊ നോർമലി അഗ്രികൾച്ചർ ഇൻകം 5000 വരെ ടാക്സ് അറ്റംപ്റ്റഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് മുകളിൽ ഇൻകം വന്നാൽ അതിനെ നമുക്ക് ചില രീതിയിൽ ഡിഡക്ഷൻ ഒഴിവാക്കി എടുക്കാവുന്നതുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മള് ഒന്നാമത്തെ കാറ്റഗറി തിരഞ്ഞെടുക്കുന്നു. ITR 1 തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോഴേ നമുക്ക് ആദ്യത്തെ വാണിംഗ് തരുന്നു. നിലവിലുണ്ടായിരുന്ന നിയമം ഡീഫാൾട്ട് ആയിട്ടുള്ളത് എന്താണ്? ഡീഫാൾട്ട് ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ന്യൂ റിജീമാണ്. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കാന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ തന്നെ വാണിംഗ് ആയിട്ട് തരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ള കാര്യവും കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതായത് 80C എന്ന് പറയുന്ന കൺവെൻഷനൽ ആയിട്ട് അറിയാം, നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്, ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മെഡിക്കൽ ഇൻഷുറൻസ് 80D, 80U എന്ന് പറയുന്നതും 80E എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ലോൺ വരും. 80G എന്ന് പറയുന്നത് ഡൊണേഷൻസിന്റെ കാറ്റഗറി. 80TTA B എന്ന് പറയുന്നത് ഒന്ന് ലോണിന്റെ തന്നെയാണ്, മറ്റത് ഇൻട്രസ്റ്റ് ആണ്, സേവിങ്സ് ബാങ്ക് ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലാണ്. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് ചാപ്റ്റർ 6A ഡിഡക്ഷൻ ആണ് ITR Act 1961 കാറ്റഗറി വരുന്നത്. അപ്പൊ ഇതിന്റെ ഫോമുകളിലാണ് ഞാനൊരു സൈറ്റിൽ ഇട്ടേക്കുന്ന ഫോമിൻ്റെ അകത്ത് ഇതെല്ലാം ഈ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ട് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ അകത്ത് നമ്മൾ റിട്ടേൺ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ ITR 1 എന്ന് കാണിച്ചിരിക്കും. പിന്നെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മുന്നോട്ട് പോകാം. ഇവിടെ ആദ്യത്തെ ചോദ്യം വരുന്നു, അതായത് നമ്മൾ എന്തുകൊണ്ട് ഫയൽ ചെയ്യുന്നു എന്നുള്ള കാര്യം പിന്നെ അവർ കൊറി ചെയ്യുവാണ്. ആദ്യത്തത് ബേസിക് അസംഷൻ കൂടുതലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ 1 കോടി കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളത്, അല്ലെങ്കിൽ 2 ലക്ഷത്തിൽ കൂടുതലുള്ള ഫോറിൻ ട്രാവൽ നടത്തി. ഇതൊക്കെ വെച്ചാൽ ഈ കാറ്റഗറിയിൽ നിന്ന് എല്ലാം ടാക്സ് ഇപ്പൊ പിടിക്കുന്നുണ്ട്. അത് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ ഇതെല്ലാം റീഫണ്ട് ചെയ്യും. ആ ലോജിക്കിലാണ് ഉള്ളത്. അപ്പം ഇലക്ട്രിസിറ്റി ബില്ല് 1 ലക്ഷത്തിൽ കൂടുതൽ അടച്ചത് കാറ്റഗറിയോ അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ട് അത് എല്ലാവരെയും ടാക്സ് റിജീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. നമ്മൾ മുകളിലത്തെ ഏതെങ്കിലും ബട്ടൺ എനേബിൾ ചെയ്തെങ്കിൽ താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ എനേബിൾ ആവുകയുള്ളൂ. അപ്പൊ അതിന്
വീണ്ടും നമുക്ക് വാണിംഗ് തരും നമ്മുടെ നേരത്തെ ഉള്ള ഡേറ്റകൾ പ്രീഫിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ന് വരെ ട്രാൻസാക്ഷൻ നടത്തി, അതായത് നമ്മൾ ഇനിയുള്ള കാലത്ത് ചിന്തിക്കേണ്ടത് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കളിപ്പിച്ച് ചെയ്യണമെങ്കിൽ അതുപോലെ ഫ്രോഡ് പണികൾ കൊണ്ട് വന്നെങ്കിൽ മാത്രമേ നടത്തുള്ളൂ. നോർമലായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരുമാതിരിപ്പെട്ട എല്ലാ ഡേറ്റയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയ്യിൽ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരൊക്കെ പ്രവർത്തിക്കുന്ന പല കൺസൾട്ടന്റ് ഉണ്ട്, നമ്മൾ ഇത്ര ശതമാനം കൊടുത്താൽ മതി, അവര് കംപ്ലീറ്റ്ലി കമ്പനി ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്ത് അക്കൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കാതെ കംപ്ലീറ്റ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എമൗണ്ടിന്റെ ഇത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞ് അതെല്ലാം ഇല്ലീഗൽ ഏജൻസി ഇതിൻ്റെ അകത്തുണ്ട്. സ്റ്റിൽ എല്ലാവരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല. റൂൾ ഒബേ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ പിടിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിൽ നിന്നൊക്കെ കൂടുതൽ ടാക്സ് പോകുന്നത്. അപ്പൊ ഈ ഏരിയയിൽ അവർ പറഞ്ഞേക്കുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻ വെരിഫൈ ചെയ്തിട്ട് വേണം തുടങ്ങാൻ. നമ്മുടെ ഡേറ്റ ഉണ്ടെന്നുള്ള വാണിംഗ് ആദ്യമേ തന്നെ തരുന്നു. നിങ്ങൾ തരുന്നത് അതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നുള്ള ഇൻഡയറക്റ്റ് വാണിംഗ് ആണ്. ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻഫർമേഷൻ സെഷൻ ആണ്. പേഴ്സണൽ ഇൻഫർമേഷൻ ഇങ്ങനെ ഒരു 5 ബ്ലോക്ക് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ പേഴ്സണൽ ഇൻഫർമേഷൻ. അത് നമ്മൾ നേരത്തെ ഫയൽ ചെയ്ത കാര്യങ്ങളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ, പാന് അതിൽ സബ്മിറ്റ് ചെയ്തേക്കുന്ന ഡേറ്റ വെച്ചിട്ടോ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആധാറിലെയും പാനിലെ അഡ്രസ്സുകൾ ഒന്നായിരിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി അത് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു ടാക്സ് പ്രാക്ടീഷനെ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് സാധിക്കും. നമ്മുടെ ഇൻഡിവിജ്വൽ ലെവലിൽ അത് ബ്ലോക്ക് ചെയ്യും. നമുക്ക് ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവരും അതിനു മുമ്പ് ആധാർ, പാനിലെ അഡ്രസ്സുകൾ സെയിം ആയിരിക്കണം, നെയിമും ഒരേപോലെ ആയിരിക്കണം. അത് കറക്ഷൻ വരുത്തി ഒന്നെങ്കിൽ ആധാറിലെ അല്ലെങ്കിൽ പാനിലെ കറക്ഷൻ വരുത്തിയിട്ട് വേണം ഈ പ്രൊസീജിയറിലേക്ക് പോകാൻ, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ടാക്സ് പ്രാക്ടീഷണർ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ലോഗിൽ അത് ആ വാലിഡേഷൻ അവർ നടത്തുന്നില്ല, അല്ലാതെ ചെയ്യാനും സാധിക്കും. അപ്പം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കാര്യങ്ങൾ പേജിൽ ആഡ് ചെയ്താൽ എല്ലാ ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവും. ആധാറും പാനും വെച്ചിട്ട് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പാനും ബർത്ത് ആധാർ നമ്പറൊക്കെ ഉണ്ടാവും. അവിടെ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പ്രിവിലേജ് ഇല്ല, കാരണം അത് ആധാറുമായിട്ടും ലിങ്ക്ഡ് ആണ്. അതേസമയം അതിന്റെ താഴെയുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ എഡിറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. നമുക്ക് അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാനും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാനും ഉണ്ട്. പ്രൈമറി അഡ്രസ് ഇവിടെ കാണിച്ചിരിക്കും. ഈ വർഷം വന്ന പുതിയ അഡ്രസ് ഡേറ്റ ആണ്. ഈ സെക്കൻഡറി അഡ്രസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഫീച്ചർ. ഞാനിത് ആദ്യം സബ്മിറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലായിരുന്നു, അവസാനം വാലിഡേഷനിലാണ് ഇത് വന്നത്. നമ്മൾ നോർമലി ഇത് ഇതിൻ്റെ അകത്തൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഞാൻ അതിന്റെ അവസാനത്തെ സ്റ്റേജിൽ ഇതിനെ തിരിച്ച് കാണിക്കാം. അപ്പൊ സെക്കൻഡറി അഡ്രസ്സും കൂടി ഇപ്രാവശ്യം കൊടുത്തെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. സെക്കൻഡറി അഡ്രസ്സ് പ്രൈമറി അഡ്രസ്സുമായിട്ട് സെയിം ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ പോകാം. അല്ലെങ്കിൽ ഏറ്റവും അവസാനം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു വാലിഡേഷൻ എറർ കാണിക്കും. പിന്നെ നമ്മുടെ എംപ്ലോയ്മെന്റ് നേച്ചർ കോമൺ ആയിട്ട് നമുക്ക് അതേഴ്സ് എടുക്കാം. നമ്മളൊരു പ്രൈവറ്റും അല്ല ഗവൺമെന്റും അല്ലാത്ത കാറ്റഗറി. അതിൻ്റെ അകത്ത് ഓപ്ഷൻ ഒന്ന് പ്രൈവറ്റും ഗവൺമെന്റും ആണുള്ളത്, എയ്ഡഡ് എന്ന് പറയുന്ന രീതിയിൽ ഇല്ല. അതുകൊണ്ട് ഞാൻ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് സെലക്ട് ചെയ്യാറ്. ഇനിയുള്ളത് നമ്മൾ ഫയൽ ചെയ്യുന്ന സെഷനുകളാണ്. നമ്മൾ നോർമലി ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന 139(1) എന്ന് പറയുന്ന അതാണ് ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ്. ജൂലൈ 31 മുമ്പ് നമുക്ക്, അല്ലെങ്കിൽ എന്നാണോ ആ ഡേറ്റ് ഫൈനൽ. കഴിഞ്ഞ വർഷം അത് നീട്ടിയിട്ടുണ്ടായിരുന്നു, ഇക്കൊല്ലം അതിന്റെ സാഹചര്യമില്ല, കാരണം ഇവരുടെ സൈറ്റ് ഇപ്പോൾ ഓൾറെഡി പെർഫെക്റ്റ്ലി റണ്ണിങ് ആണ്. അപ്പൊ അത് നീട്ടാൻ ചാൻസ് ഇല്ല, ജൂലൈ 31 തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 139(1) എന്ന് പറയുന്ന സെഷൻ ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണുള്ളത്. പിന്നെ നമുക്ക് ഒന്ന് ഫയൽ ചെയ്തു, ആ ഫയൽ ചെയ്തതിൽ നമ്മൾ അത് ഫയൽ ചെയ്തതിന് ശേഷം തെറ്റ് കണ്ടുപിടിച്ചു, വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ നമുക്ക് റിവേഴ്സ്ഡ് റിട്ടേൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ തന്നെ ഫയൽ ചെയ്യാം. എന്നിട്ട് ഈ വെരിഫൈ ചെയ്താൽ ആ കറക്ഷൻ അവർ അക്സെപ്റ്റ് ചെയ്തോളും. ലേറ്റസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്ത ഏതാണോ അത് സ്വീകരിക്കും. നമുക്ക് അതിനെ അവരുടെ വാലിഡേഷൻ വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അതിന് മുമ്പ് തന്നെ നമ്മളൊരു തെറ്റ് കണ്ടുപിടിച്ചാൽ അത് നമുക്ക് രണ്ടാമത് ഫയൽ ചെയ്യാനുണ്ടാവും. ഇനി അഥവാ നമ്മൾ സബ്മിറ്റ് ചെയ്തതിനകത്തുള്ള മിസ്റ്റേക്ക് അവർ കണ്ടുപിടിച്ചാൽ അവർ നമ്മൾ വാണിംഗ് തന്നാൽ മുകളിലത്തെ സെഷൻ എല്ലാം എനേബിൾഡ് ആയിരിക്കില്ല. അതിന് തൊട്ട് താഴത്തെ ഫയൽ ഇൻ റെസ്പോൺസ് ടു നോട്ടീസ് അണ്ടർ സെക്ഷൻ എന്ന് പറയുന്നിടത്തായിരിക്കും അവർ നമുക്ക് തന്നേക്കുന്ന നോട്ടീസ് അവിടെ തന്നെ ആ സെഷൻ, ഏത് സെഷൻ പ്രകാരമാണ് നമുക്ക് നോട്ടീസ് അയച്ചേക്കുന്നത്, അത് ഓട്ടോമാറ്റിക്കലി എനേബിൾഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ അത് പ്രത്യേകത. അതിന് തൊട്ട് താഴെയുള്ള ലൈനുകൾ എന്ന് പറയുന്നതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഓൾഡ് റിജീമാണ് ന്യൂ റിജീമാണോ എന്ന്. ഇവര് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഓൾഡ് റിജീം തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നല്ല ചോദിക്കുന്നത്, പകരം നിങ്ങൾ ഓൾഡ് റിജീമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോന്നാണ്. അപ്പൊ ഇവിടുത്തെ നോയുടെ മീനിങ് നമ്മൾ ഓൾഡ് റിജീം നമ്മൾ തിരഞ്ഞെടുത്തോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഡിഫാൾട്ട് ആയിട്ട് ന്യൂ റിജീമിലാണുള്ളത്. നിങ്ങൾ ഓൾഡ് റിജീം തിരഞ്ഞെടുത്തോ എന്നല്ല പറയുന്നത്, ന്യൂ റിജീമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അപ്പം ഇവിടെ എസ് അല്ല വേണ്ടേ, ന്യൂ റിജീം തിരഞ്ഞെടുക്കുന്നവരല്ല ഇവിടെ നോയാണ് വേണ്ടത്. ഓൾഡ് റിജീം ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇവിടെ എസ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഈ ന്യൂ റിജീം തിരഞ്ഞെടുക്കുന്നവരുടെ രീതിയിലുള്ള ഫസ്റ്റ് ഫ്ലോ കാണിക്കുന്നത്, അതിനുശേഷം തിരിച്ചു വന്ന് ഓൾഡ് റിജീം എടുത്താൽ എങ്ങനെ ചെയ്യാന്നുള്ളതും പറയുന്നുണ്ട്. ഇനി ന്യൂ റിജീം ഓഫ് ടാക്സിൽ കയറിയാൽ അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അപ്പൊ ഈ സെലക്ഷനിൽ നോ എന്ന് കൊടുക്കണം. ഇനി ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇവിടെ നമ്മളുടെ ചോദ്യം വെച്ചാൽ നമ്മൾ തന്നെയാണോ ഫയൽ ചെയ്യുന്നത് അതോ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ഫയൽ ചെയ്യുന്നു. അപ്പം റെപ്രസെന്റേറ്റീവ് ആന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എസ് കൊടുത്തു പോകണം. നമ്മൾ തന്നെ ആയതുകൊണ്ട് നോ എന്ന് പറയാം. അവിടെ ഡീഫാൾട്ട് ആയിട്ട് നോ തന്നെയാണ് ഉണ്ടാകുന്നത്.
പിന്നെ ഉള്ളത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ കൊടുത്തിരിക്കുന്ന ബാങ്ക് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ, ഇൻട്രസ്റ്റ് ഏതൊക്കെ ബാങ്കിൽ നമ്മൾ പാനുമായിട്ട് ആധാറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എല്ലാം ഡേറ്റ അവരുടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ ആ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാതിരുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. സർവ്വമാനം ബാങ്ക് ഡീറ്റെയിൽസും ആധാറോ പാനോ ലിങ്ക്ഡ് ആയിട്ടുള്ള അവരുടെ അവൈലബിൾ ആണ്. അപ്പൊ അത് നമുക്ക് ആഡ് ചെയ്തിടുന്നതാണ് സേഫ്. പ്രത്യേകിച്ച് ഹൗസിംഗ് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർ ആ ഹൗസിംഗ് ലോണുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഉറപ്പായിട്ടും നമ്മൾ നൽകിയിരിക്കണം. അത് അവർ അവസാനം വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ആ ബാങ്ക് ഡീറ്റെയിൽസ് നൽകുക. ഇവിടെ ഓൾറെഡി നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിനെ നോമിനേറ്റഡ് ഫോർ റീഫണ്ട് ആയിട്ട് എനേബിൾ ചെയ്യും. നമുക്ക് മൾട്ടിപ്പിൾ ബാങ്കുകൾ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാം. ഒരെണ്ണം മാത്രം അതിലെ റീഫണ്ടിന് വേണ്ടി എനേബിൾ ചെയ്ത് വെക്കാം. ഇനി ഇതല്ലാതെ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് അനദർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ച് ആഡ് ചെയ്താൽ അക്കൗണ്ട് നമ്പർ എൻട്രി ചെയ്യുക, കൺഫേം അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ടൈപ്പ് ഏത് ടൈപ്പ് ആണെന്നുള്ള എൻട്രി ചെയ്യുക, പ്രൈമറി ആണ് ജോയിന്റ്, IFSC കോഡ് നടത്തുക, ബാങ്ക് അക്കൗണ്ട് റീഫണ്ടിന് വേണ്ടി നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എസ്, ഇല്ലെങ്കിൽ നോ എന്നും കൊടുക്കുക. നമ്മൾ ഇത് എൻ്റർ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവർ ഇതിന്റെ വാലിഡേഷൻ നടത്തും. നമ്മൾ കൊടുത്തേക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മുടെ പാനും ആധാറായിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് 2 ദിവസമോ ചിലപ്പോൾ അതേ സ്പോട്ടിൽ വാലിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് വാലിഡേറ്റ് ചെയ്ത് അതിന്റെ മെസ്സേജുകൾ നമുക്ക് തരികയും ചെയ്യും. അപ്പൊ അതിനെ നമുക്ക് ഇവിടെ തന്നെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ സാധനത്തിനെ കൊടുത്ത ഡേറ്റാനെ വെരിഫൈ ചെയ്ത് തിരിച്ചു വരാം. അല്ലെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്താൽ അത് വെരിഫൈ ചെയ്യുവാണെങ്കിൽ ബാങ്കിൽ പോയി ഡാറ്റ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഡാറ്റയുമായിട്ട് മാച്ചിങ് ആണെങ്കിൽ നമ്മുടെ പേരിൽ ഇത് ആഡ് ചെയ്ത് വരും എന്നുള്ളതാണ്. അത്രയാണ് പേഴ്സണൽ ഇൻഫർമേഷന്റെ സെഷനിലുള്ളത്. പിന്നെയുള്ള രണ്ടാമത്തെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന സെഷനാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് നമ്മൾ ഇൻകം സംബന്ധിച്ച് അവരുടെ ഇൻഫർമേഷൻ. അത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോം 16 നമ്മൾ നൽകിയേക്കുന്ന ഇൻഫർമേഷൻ ആണ് അവരിലുള്ളത്. അതുകൊണ്ട് അതിനകത്ത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇല്ല എന്നുള്ളതാണ് ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഇൻകം ഒന്നും പെർഫെക്റ്റ് ആയിരിക്കില്ല. അത് മറ്റൊരിടത്തുള്ള എമൗണ്ട് ആയിരിക്കും കറക്റ്റ് ആയിട്ട് AISന്റെ അകത്തുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അപ്പൊ ഗ്രോസ് ഇൻകം പേജ് ചെന്നാൽ നമ്മുടെ കോളേജിൽ നിന്ന് നമ്മൾ ഫോം 16 പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്ന ഇൻഫർമേഷൻ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ഗ്രോസ് സാലറി ഉണ്ടാവും, ഏതെല്ലാം അലവൻസ് ഡിഡക്ഷൻ എക്സെപ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ നെറ്റ് സാലറി ഉണ്ടാവും, ഡിഡക്ഷൻസ് 16 അണ്ടറിൽ, അതായത് നമ്മൾ കോളേജിൽ കൊടുത്തപ്പോൾ പ്രൊഫഷണൽ ടാക്സ് ഒക്കെ നമ്മൾ 16 ഡിഡക്ട് ചെയ്ത് കൊടുത്തിരുന്നത്, ആ എമൗണ്ടുകൾ ഉണ്ടാകും. ഹെഡ് ഓഫ് സാലറിയിൽ നെറ്റ് ഉള്ളത് എത്രയാണെന്നുണ്ടാവും. പിന്നെ ഇതാണ് ഹൗസിംഗ് പ്രോപ്പർട്ടിയുടെ കാര്യം. നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസ്, ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് ഇതായിട്ടാണ് നമ്മൾ കാണിക്കാറ്. അപ്പൊ ഇവിടെ നമുക്ക് ഹൗസിംഗ് ലോണിനെ നെഗറ്റീവ് ഇൻകം ആയിട്ടാണ് അവർ കാണിക്കുന്നത്. അപ്പം ഇൻകം ആയിട്ട് കാണിച്ച അതിലെ ഇൻട്രസ്റ്റിനെ നെഗറ്റീവ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് അത് എൻ്റർ ചെയ്യേണ്ട വരുന്നത്. ഹൗസിംഗ് ഇൻട്രസ്റ്റ് നമുക്ക് ഡിഡക്ഷൻസിന് എനേബിൾ ആണെങ്കിൽ ഇവിടെ ഇത് ഉണ്ടാകണം. അപ്പൊ ഇതിനെ ഈ സെഷനിലും ഉണ്ടാകണം. കൂടാതെ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ കൊടുത്തിരുന്ന എമൗണ്ട് ഇവിടെ ഉണ്ടാവും. ഇവിടെയുള്ള പ്രത്യേകത വെച്ചാൽ ഇത് നമ്മൾ കോളേജ് സബ്മിറ്റ് ചെയ്തപ്പോൾ, കോളേജിലെ ഫോം 16 പ്രിപ്പയർ ചെയ്തപ്പോൾ കൊടുത്തേക്കുന്ന ഡാറ്റ ആണ്. AISലുള്ളത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനെ ഈ എഡിറ്റ് ഓപ്ഷൻ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം കൂടാതെ നമുക്ക് എക്സെപ്റ്റ് ഇൻകങ്ങൾ പല തരത്തിലുണ്ട്. ഈ കൊടുത്തേക്കുന്ന ഇൻകത്തിൽ കുറച്ച് നമുക്ക് സാലറിയുടെ ഇൻകത്തിന്റെ പാർട്ടായി കാണിക്കാം, പക്ഷെ ടാക്സിന് ഇളവ് ലഭിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ടാക്സിന് ഇളവ് ലഭിക്കുന്ന ഇൻകങ്ങൾ, ഒന്ന് നമ്മൾ ഇൻകം കാണിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം ഇവിടെ കാണിച്ച് അതിന്റെ എമൗണ്ട് കാണിക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ളതാണ് അങ്ങനെ, ഫാമിലി പെൻഷൻ, ഡിവിഡൻഡ് ഇൻകം, അങ്ങനെയുള്ള ഇൻകങ്ങൾ കാണിച്ചു. അതിനുശേഷം നമുക്ക് എക്സെപ്റ്റ് ചെയ്യാനുള്ള കാണിക്കാം. അതായത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ച 5000 രൂപ വരെയുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകത്തിന് ഒഴിവാക്കാം. പിന്നെ ഉള്ളത് സബ്സിഡികളുണ്ട്. റബ്ബർ ബോർഡിന്റെയും കോഫി ബോർഡിന്റെയും ടീ ബോർഡിന്റെയും ഒക്കെ സബ്സിഡി ഉണ്ട്, പലതരം പ്ലാന്റേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള. അത് കിട്ടുന്നതെല്ലാം, ആ സബ്സിഡികളെല്ലാം ഇൻകം ടാക്സിൽ നിന്ന് അക്സെപ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇൻകം ആയിട്ട് കിട്ടിയതിനെ റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അത് വെർഷനുണ്ട്. പിന്നെ ഉള്ളത് ഇൻഷുറൻസ് മച്യൂരിറ്റി ആകുമ്പോൾ, ചില ഇൻഷുറൻസ് മച്യൂരിറ്റി ആകുന്നതിന് മുമ്പ് നമ്മൾ ടാക്സ് എക്സെപ്ഷൻ ലഭിക്കുന്ന ചില ഇൻഷുറൻസ് ഉണ്ട്. അത് മച്യൂരിറ്റി ആയി റീഫണ്ട് ആയി നമ്മുടെ ഇത് വരുമ്പോൾ നമ്മൾ ചിലതിന് ടാക്സ് കൊടുക്കണം, ചിലതിന് കൊടുക്കേണ്ടാത്തതുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തെ കണ്ടീഷൻ 10 of 10 എന്ന് പറയുന്ന സെഷൻ പ്രകാരം ടാക്സ് കൊടുക്കേണ്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻകം ആയിട്ട് അത് അവർ കാണിച്ചിട്ടുണ്ടാകും, നമുക്ക് അതിനെ ഒഴിവാക്കി എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. അപ്പൊ അതും ഇവിടെ തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന കാറ്റഗറി അഗ്രികൾച്ചർ ഇൻകം, റബ്ബർ ബോർഡ് അങ്ങനെയുള്ളതൊക്കെ ഇവിടെ തെരഞ്ഞെടുത്ത് ഇതിന്റെ സബ് കാറ്റഗറി തിരഞ്ഞെടുത്ത് എമൗണ്ടിനെ എക്സെപ്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഇൻകത്തിന് പാർട്ടാണ്, പക്ഷെ അത് ടാക്സബിൾ ഇൻകം അല്ല എന്ന് പറയാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്, ഇത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി നെറ്റ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ലോസോ അങ്ങനെയുള്ള എമൗണ്ട് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ കാണിച്ചാൽ മതിയാവും. അപ്പൊ ഇത്രയും കാര്യം ചെയ്ത് കൺഫേം ബട്ടൺ ചെയ്തെങ്കിൽ ഈ ഇൻകത്തിന്റെ സെഷൻ പൂർത്തിയാവും. ഇനി ഇത് അപ്പൊ അങ്ങനെ ഇൻകമായി, ടോട്ടൽ ഇൻകമായി. ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻസ് ആണ്. ന്യൂ റീജിയൻ തിരഞ്ഞെടുക്കുന്നവർക്ക് വളരെ ഈസിയായ കാര്യമാണ് ഡിഡക്ഷൻസിന്റെ സെഷൻ എന്ന് പറയുന്നത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ, അതായത് NPSലുള്ള എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ ഡിഡക്ട് ചെയ്യാൻ എനേബിൾ ആണ്. പക്ഷെ ഇവിടെയുള്ള കണ്ടീഷൻ ഇതാണ്,
എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഡിഡക്ട് ചെയ്യുന്ന ആദ്യമേ നമ്മുടെ ഇൻകത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എംപ്ലോയറുടെ ഡിഡക്ഷൻ കാണിച്ചിരിക്കണം. നിയമപരമായിട്ട് അതാണുള്ളത്. കാരണം എംപ്ലോയർ നമ്മുടെ NPS-ലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുക നമ്മുടെ ഇൻകത്തിന്റെ ഭാഗമാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ സാലറിയുടെ അവിടെ ഇത് ഇൻകമായിട്ട് കാണിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ഡിഡക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും തന്നെ ന്യൂ റിജീമിൽ ഇല്ല എന്ന് പറയാം. ഈ അഗ്നിപഥ് സ്കീം എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ അല്ല, സെൻട്രൽ എംപ്ലോയീസിന് മാത്രം അവൈലബിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ സെൻട്രൽ എംപ്ലോയീസിന് മാത്രം കിട്ടുന്ന അഗ്നിപഥ് സ്കീമും ഉണ്ട്. ബാക്കി ഒന്നും ന്യൂ റിജീമിൽ അവൈലബിൾ അല്ല. 80CCD2 എന്ന് പറയുന്ന സെഷനാന്ന് ഓർക്കുക. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അല്ല, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ് ഇതിനകത്ത് കുറയ്ക്കാവുന്നത്. ഇത് കുറയ്ക്കണമെങ്കിൽ ഇൻകത്തിന്റെ പാർട്ടായിട്ട് ഇത് ഉറപ്പായിട്ടും ആഡ് ചെയ്തിരിക്കണം. അപ്പൊ ഇത്രയാണ് അതിൻ്റെ അകത്തുള്ളത്. അതർ ഡിഡക്ഷൻസിന് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാം. ടോട്ടൽ ഡിഡക്ഷൻസ് ഈ കാറ്റഗറി പറയുന്നത് ഇത് ന്യൂ റിജീമിൽ അനുവദിച്ചിരിക്കുന്ന ഡിഡക്ഷൻസ് ആണ്. ഇത് കൺഫേം ചെയ്യുക. അപ്പൊ അങ്ങനെ 3 സെഷൻ കൺഫേം ആയി. ഇനി ടാക്സ് പെയ്ഡിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ നമ്മുടെ കോളേജിൽ നിന്ന് അടച്ച TDS1 എന്ന് പറയുന്ന നോർമൽ സാധനമുണ്ട്. കൂടാതെ അതർ ഏജൻസി വഴി നമ്മൾ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ TDS2 ഉണ്ടാവും. പിന്നെ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ഞാൻ ഇതാണ് കാറ് വാങ്ങിക്കുന്ന കാര്യത്തിനൊക്കെ കുറിച്ച് സൂചിപ്പിച്ചത്. അതിന്റെ ഇൻകം പർച്ചേസ് ചെയ്തപ്പോൾ അവർ കണക്ട് ചെയ്ത് ഇവിടെ കാണിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് പേയ്മെന്റ് നടത്തുവാണെങ്കിൽ ഈ സെൽഫ് അസസ്മെന്റ് ടാക്സ് എന്ന് പറയുന്ന സാധനം കൂടെ കാണിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തു, അവരുടെ ഉള്ളതുമായിട്ട് മാച്ചിങ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് അവർ ഡാറ്റ കളക്ട് ചെയ്ത് വെരിഫൈ ചെയ്ത് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ സെഷൻ നോക്കിയാൽ ഇതാണ് നോർമലി നമ്മുടെ സാലറി ഹെഡിൽ വരുന്നത്. നമ്മുടെ എംപ്ലോയറുടെ ടാനും ഡീറ്റെയിൽസും കാണും. എത്രയാണ് ഇൻകമായിട്ട് വന്നത്, ഇതിന്റെ അപ്പുറത്തെ റോഡിൽ അതിൻ്റെ അകത്ത് നിന്ന് എത്രയാണ് ടാക്സ് അടച്ചിട്ടുള്ളത് എന്നുള്ളത് കാണിക്കും. പിന്നെ നമുക്ക് MG യൂണിവേഴ്സിറ്റി അങ്ങനെ അല്ലെങ്കിൽ സർവകലാശാലകളിൽ നിന്ന് നേടുന്ന എമൗണ്ടുകൾ ഇവിടെ ഉണ്ടാകും. എന്താണ് അവരുടെ പേപ്പർ വാല്യുവേഷന്റെ ഭാഗത്തായിട്ട് വരുന്ന എല്ലാം ഇല്ല, എക്സസ് ആയിട്ട് എമൗണ്ട് നമ്മൾ ടിയുടെ ഹെഡിൽ വരുന്നില്ലാത്ത എല്ലാം ഇതിൻ്റെ അകത്ത് കയറി വരികയും ഉണ്ടാകും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ AISലുള്ള ചില ഇൻഫർമേഷൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഈ കാറ്റഗറിനെയാണ്. ഇനി ഇത് കൂടാതെ സെൽഫ് അസസ്മെന്റ് ആയിട്ട് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബൾക്കായിട്ട് വേറെ എന്തെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി അതിന്റെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്യുക. അപ്പൊ അങ്ങനെ ടാക്സ് പെയ്ഡും കൺഫേംഡ് ആവും. പിന്നെ ഉള്ളത് ലയബിലിറ്റി എന്ന് പറയുന്നത് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തരുന്നതാണ്. നമ്മുടെ ഇൻകവും നമ്മുടെ ഇൻഫർമേഷനും വെച്ചിട്ട് എത്രയായിരുന്നു ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത്, അടച്ച കാര്യങ്ങൾ എത്രയാണെന്ന് കാണിക്കും. അപ്പൊ അത് ആദ്യത്തെ സെഷനിൽ ഗ്രോസ് ടോട്ടൽ ഇൻകവും ഡിഡക്ഷൻ കൊണ്ട് ന്യൂ റിജീം ആയതുകൊണ്ട് 0 ആണ്. ഇൻകം ടോട്ടൽ ടാക്സബിൾ ഇൻകം കാണിക്കും. പിന്നെ അതിൽ നിന്ന് ടാക്സ് പേയബിൾ എത്രയാണെന്ന് അവർ കാണിക്കും. അതിന്റെ കാൽക്കുലേഷൻ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത റൂൾ വെച്ചിട്ടാണെന്നുള്ളതും അവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് ഒന്ന് റിബേറ്റ് ആണ്. 12 ലക്ഷത്തിൽ താഴെ ന്യൂ റിജീമിലാണെങ്കിൽ അവിടെ റിബേറ്റിന് എലിജിബിൾ ആണ്. അത് എമൗണ്ട് കാണിക്കും. ആക്സെപ്റ്റ് റിബേറ്റ് എത്രയാണെന്ന് കാണിക്കും. 4% സെസ് ഉണ്ടാവും, ടോട്ടൽ ടാക്സ് ഉണ്ടാവും. ഇതാണ് ജേക്കബ് സാർ സൂചിപ്പിച്ച അരിയർ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ സെഷൻ 89E വെച്ചിട്ട് 10E ഫയൽ ചെയ്യാന്ന് പറയുന്ന പ്രോസസ്സ്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ കാണിക്കാം. ഇവിടെ എമൗണ്ട് അത് എൻ്റർ ചെയ്യണം. നമ്മൾ കോളേജിൽ നിന്ന് കൊടുത്തത് നമ്മൾ 10E കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫോം 16ൽ അത് എൻ്റർ ആയി ഇവിടെ കറക്റ്റ് ആയിട്ട് ഉണ്ടാകുകയില്ല. നമ്മൾ തന്നെ എൻ്റർ ചെയ്യണം, അത് ഓർത്തിരിക്കുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് റിലീഫ് എത്ര ടാക്സ് ആണെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ എമൗണ്ട് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻട്രസ്റ്റുകൾ വരുന്നത്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് അടയ്ക്കേണ്ട ടാക്സ് നമുക്ക് 12 മാസം അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടാകും. അത് ഓരോ ക്വാർട്ടറിലും നമ്മൾ അടയ്ക്കേണ്ട എമൗണ്ട് കറക്റ്റ്, അതായത് നമുക്ക് ആദ്യത്തെ ക്വാർട്ടറിൽ 15%, രണ്ടാമത്തെ ക്വാർട്ടറിൽ 45%, മൂന്നാമത്തെ ക്വാർട്ടറിൽ 75% എന്നുള്ള ഓർഡറിൽ ഇത് അടച്ചു തീർത്തിരിക്കണം എന്നാണ് ടോട്ടൽ എമൗണ്ടിന്റെ. അപ്പൊ നമുക്ക് ചിലപ്പം ഈ അരിയർ എമൗണ്ട് ഒക്കെ വരുമ്പം അത് ലേറ്റ് ആയിട്ട് വരികയും ചെയ്തെങ്കിൽ അവർ ആന്റിസിപ്പേറ്റ് റെഡി ടോട്ടൽ എമൗണ്ട് നമ്മൾ നേരത്തെ അറിയാന്നുള്ള ധാരണയിൽ ഇൻട്രസ്റ്റ് കയറി വരും. അപ്പൊ അതിനെ നമുക്ക് അരിയറിനകത്ത് അവിടെ നമുക്കത് നോട്ടീസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനകത്ത് ഇത് അരിയർ ക്ലെയിം ചെയ്ത് വരുമ്പം അങ്ങനെയല്ല എന്നുള്ള നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുക. അരിയർ എമൗണ്ട് അവർ നോട്ടീസ് അയക്കുന്നതായിരിക്കും. ആ എമൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പൊ അന്നേരം നമുക്ക് നേരത്തെ ആന്റിസിപ്പേറ്ററി ആയിട്ട് വന്നതല്ല എന്ന് പറഞ്ഞ് ട്രൈ ഔട്ട് ചെയ്യാം. ചില കേസ് സക്സസ്ഫുൾ ആവുന്നുണ്ട്, അവർ ഒഴിവാക്കി തരും. അരിയർ ലേറ്റർ നോൺ ആണ് എന്നുള്ള കാഴ്ചപ്പാടിൽ. അപ്പൊ അതുപോലെ സേഫ് എന്ന് പറയുന്ന അരിയർ എമൗണ്ട് വരുമ്പോൾ അതിൻ്റെ അകത്തെ ബൾക്ക് എമൗണ്ട് 30% ടാക്സ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് റിലീഫ് ലേറ്റർ ആയിട്ടാണ് വരുന്നത്. ഒരു ഫൈനാൻഷ്യൽ ഇയറിന്റെ അവസാന ഘട്ടത്തിലാണ് അരിയർ വരുന്നതെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് 30% അതിൽ നിന്ന് ടാക്സ് പിടിപ്പിച്ചിട്ട് ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിനെ റീഫണ്ട് മേടിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. അപ്പൊ അതിന് ട്രാൻസാക്ഷൻ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഇതെല്ലാം കഴിഞ്ഞ് ബാലൻസ് ടാക്സ് എത്രയാണോ അതിനെ നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ വരും. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന 3 സിനാരിയോ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് അവർ കാൽക്കുലേറ്റ് ചെയ്തു നമ്മൾ അടച്ച ടാക്സും തുല്യമാകുക. അപ്പോൾ അവിടെ ടാക്സ് 0 ആയിട്ട് ബാലൻസ് ടാക്സ് 0 ആയിട്ട് കാണിക്കും.
അടുത്ത കേസ് എന്ന് പറയുന്നത് നമ്മൾ അടച്ച ടാക്സ് നമ്മൾ അടയ്ക്കേണ്ട ടാക്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റീഫണ്ട് എമൗണ്ടിന്റെ കാൽക്കുലേഷൻ വരും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ അടച്ച ടാക്സ് ആക്ച്വൽ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഉള്ള ടാക്സിനേക്കാളും കുറവാണ്. അത് മിക്കവാറും സംഭവിക്കും. കാരണം ഈ ഇൻട്രസ്റ്റുകളെല്ലാം കയറി വരുന്നത് നമുക്ക് ആക്ച്വൽ കാൽക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് അവസാനം നമ്മൾ അടച്ചിരുന്ന ടാക്സിനേക്കാൾ കൂടുതലായിരിക്കും ഇപ്പൊ അടയ്ക്കേണ്ടി വരിക. അപ്പൊ അങ്ങനെ വന്നാൽ ഇവിടെ തന്നെ ഓൺലൈനിൽ പോർട്ടലിൽ തന്നെ അതിന്റെ ബാലൻസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വരുമ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിക്കും. അപ്പൊ അത് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഓൾഡ് റിജീമിലെ കാര്യങ്ങളൂടെ സൂചിപ്പിക്കാം. ഓൾഡ് റിജീമിൽ വന്നാൽ ആദ്യത്തെ പേഴ്സണൽ ഇൻഫർമേഷനിൽ മാറ്റങ്ങൾ ആണ് ഉണ്ടാകുന്നത്. ആദ്യത്തെ സെലക്ഷൻ അവിടെയാണ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 151C അവിടെ എസ് എന്ന് തിരഞ്ഞെടുക്കണം, എന്നാലേ ഓൾഡ് റിജീമിലേക്ക് പോവുള്ളൂ. ഓൾഡ് റിജീമിലേക്ക് ഇത് തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ATC പോലുള്ള ഡിഡക്ഷൻസ് എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവരെ എനേബിൾ ആക്കുകയുള്ളൂ. അപ്പം എസും നോയും കറക്റ്റായിട്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ എസ് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ യാതൊരു മാറ്റം ഉണ്ടാകുകയില്ല. ഡിഡക്ഷൻസിന്റെ സ്ഥലത്ത് വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അവിടെ എസ് തിരഞ്ഞെടുത്തവർക്ക് ഇവിടെ ATCയുടെ ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തെ പോലെ അല്ല ജസ്റ്റ് എമൗണ്ട് എൻ്റർ ചെയ്താൽ വർക്കൗട്ട് ആകുകയില്ല. പകരം ഇതിന്റെ എല്ലാത്തിന്റെയും ഡോക്യുമെന്റിന്റെ പോളിസി ഡോക്യുമെന്റ് ആണെങ്കിൽ അതിന്റെ വാലിഡേഷൻ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തെങ്കിൽ ഇത് സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് ജേക്കബ് സാർ നേരത്തെ സൂചിപ്പിച്ചത് ഇതെല്ലാം ഇപ്പോൾ അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന പോളിസിയിൽ തന്നെ നമ്മൾ ഇൻഷുറൻസിനെയാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ, ഹൗസിംഗ് ലോൺ ആണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡിഡക്ഷൻസ് എടുക്കണമെങ്കിൽ പഴയ പോലെ ചുമ്മാ എമൗണ്ട് എൻ്റർ ചെയ്താൽ കാര്യമില്ല, ഒറിജിനൽ സോഴ്സ്. അപ്പൊ ഇപ്പൊ ATC എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസിന്റെ കേസ് ആണെങ്കിൽ എമൗണ്ട് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളോട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എമൗണ്ട് എൻ്റർ ചെയ്യണം, പോളിസിയുടെ നമ്പർ എഴുതണം. പോളിസി നമ്പർ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ ആ ഡാറ്റ സ്വീകരിക്കത്തുള്ളൂ. ഇനി അഥവാ നമ്മൾ ATD-CC ആണെങ്കിൽ പെൻഷൻ ഫണ്ട് ആണെങ്കിൽ പെൻഷൻ ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കണം, എമൗണ്ട് സെലക്ട് ചെയ്ത് കാറ്റഗറി ആണ് കൊടുക്കണം. ഇതും വെരിഫൈ ചെയ്തെങ്കിൽ അക്സെപ്റ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ 80D നമ്മളെ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ എമൗണ്ടുകൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ നമ്മുടെ ചെയ്യാം, പേരൻസിന്റെ സീനിയർ സിറ്റിസൺ അങ്ങനെയുള്ള ചോദ്യങ്ങൾ മുഴുവൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് പ്രകാരം ചെയ്യാം. ചെയ്ത് ഹെൽത്ത് 50,000 രൂപ വരെയുള്ള മെഡിക്ലെയിമുകൾ ഇല്ലാത്ത എക്സ്പെൻഡിച്ചറുകൾ ഉണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഒന്ന് ഇൻഷുർ ചെയ്ത ആളുടെ പേരും അതുപോലെ തന്നെ പോളിസി നമ്പറും എൻ്റർ ചെയ്യണം, എമൗണ്ടും എൻ്റർ ചെയ്യണം. അപ്പൊ ഇതെല്ലാം വാലിഡേറ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ കാലത്ത് അത് അവർ സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ പരമാവധി അവർ ആൾക്കാരെ ഓൾഡ് റിജീമിൽ നിന്ന് പുറത്തേക്ക് അടിക്കാനുള്ള ശ്രമമാണ് ന്യൂ റിജീമിലേക്ക് പോവുക. ഇനി നമ്മൾ റഫായിട്ടൊരു കാൽക്കുലേഷൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഓൾഡ് ന്യൂ റിജീം പറഞ്ഞ ഒരു 3.25 ലക്ഷത്തിന്റെ അടുത്ത് ഓൾഡ് റിജീമിൽ ഡിഡക്ഷൻസ് കാണിക്കാൻ സാധിച്ചെങ്കിലേ ഓൾഡ് റിജീം ന്യൂ റിജീമിനേക്കാൾ അഡ്വാൻറ്റേജ് ആവുള്ളൂ. അതായത് പലതരത്തിൽ, ഒന്ന് ഹൗസിംഗ് ലോൺ ആകാം, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഇൻട്രസ്റ്റ് ആകാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോണുകളാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഡിസബിലിറ്റി അങ്ങനെയുള്ള പരിഗണിക്കാതെ ഈ കാര്യങ്ങളാണെങ്കിൽ ഒരു 3.25 ലക്ഷം രൂപ എങ്കിലും വിവിധ ഹെഡുകളിലായിട്ട് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിലേ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കി ന്യൂ റിജീമാണ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ എൻ്റർ ചെയ്താൽ ബാക്കിയുള്ള പ്രൊസീജിയറുകൾ സെയിം ആണ്. ഡിഡക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ പൂർത്തിയാക്കാറുണ്ട്, ഇൻകം ടാക്സ് ഫോം 10E ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം 10Eയുടെ കാൽക്കുലേഷൻ നമുക്ക് എളുപ്പമാണ്. അതിൻ്റെ അത് ഈ എൻട്രികൾ കറക്റ്റായിട്ട് നടത്തേണ്ടതുണ്ട്. എൻട്രി നടത്താനായിട്ട് ഈ തുടക്കേണ്ട പേജ് ലാൻഡിംഗ് പേജിൽ തന്നെയാണ്. ഒന്ന് ഈ ഫയലിൻ്റെ അകത്തുണ്ട്, ഇൻകം ടാക്സ് ഫോമിൽ പോവുക, ഫയൽ ഇൻകം ടാക്സ് ഫോംസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ പ്രൊസീജിയറാണ്. ആദ്യമേ ഇവിടെ കാണാൻ പോകുന്ന ഫോമുകൾ ഇവിടെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇതിന്റെ മാറ്റം വന്നുകൊണ്ട് ഇതിന്റെ ഒന്നാമത്തെ മാറ്റം ഇതാണ്. നേരത്തെ 1961 ആക്ട് മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ 2020. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഈ വർഷം ആന്റിസിപ്പേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്ന ഫോംസുകളുണ്ട്. അതായത് നമ്മൾ ഒരു 15H എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വേറെ ഇൻകം ഇല്ലാതെയും അതേസമയം ഡിപ്പോസിറ്റുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ബാങ്കിൽ സമർപ്പിക്കുക, എൻ്റെ ഇന്ന് ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട കാരണം എനിക്ക് വേറെ ഇൻകം ഇല്ല എന്ന് പറയുന്ന സെൽഫ് അസസ്മെന്റ് കൊടുക്കാവുന്ന പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളും വിവിധമായ അസസികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഫീച്ചർ ഇൻകം ടാക്സ് ആക്ട് 25 പ്രകാരമുള്ള ഫോമുകളുണ്ട്. നമ്മൾ എടുക്കേണ്ടത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമുള്ള 10E ഓപ്ഷനാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ ടാബിലാണ് അതുണ്ടാകുന്നത്. അവിടെ അത് താഴോട്ട് വരണമെങ്കിൽ കുറച്ച് താഴെയാണ് ഫോം 10E എന്ന് പറയുന്നത്. ഇവിടെ ടാക്സ് എക്സംഷൻ ആൻഡ് റിലീഫ് എന്ന് പറയുന്ന ഫോം 10E എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫയൽ നൗ എന്ന് പറയുന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഫയൽ നൗ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകത നമ്മൾ ആദ്യമേ കണ്ട നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. ഏത് അസസ്മെന്റ് ഇയറിലാണ് ഇവിടെ തിരഞ്ഞെടുക്കാം. അത് തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ കണ്ടിന്യൂ ഓപ്ഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം.
26, 27 സബ്മിറ്റ് ചെയ്യുന്ന അസസ്മെന്റ് ഇയർ വെച്ചിട്ടാണ് കണ്ടിന്യൂ ഓപ്ഷൻ വരുന്നു. ഇവിടെ സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. ഇത് നമ്മൾ ആദ്യമേ തിരഞ്ഞെടുക്കും. അപ്പൊ നമ്മുടെ എല്ലാം കാറ്റഗറി അരിയർ സാലറി ആൻഡ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചെക്ക് ബോക്സ് ആണ് എനേബിൾ ആണ്ട്. ഇത് ഗ്രാറ്റുവിറ്റി ഒക്കെ റിപ്പോർട്ടിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക്, കമ്മ്യൂട്ടേഷന് കാര്യങ്ങൾക്കൊക്കെ. അരിയർ ഫസ്റ്റ് കാറ്റഗറി ആണെങ്കിൽ കണ്ടിന്യൂ ഓപ്ഷൻ എടുത്താൽ മതി. കണ്ടിന്യൂ അന്നേരം എനേബിൾഡ് ആവും അരിയർ ഫസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഇതിനകത്ത് നേരത്തെ പോലെ തന്നെ 3 ടാബുകളായിട്ടാണ്. ഒന്ന് പേഴ്സണൽ ഇൻഫർമേഷൻ, അരിയർ സാലറി, വെരിഫിക്കേഷൻ എന്ന് പറയുന്ന 3 ടാബുകളായിട്ടാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യമേ പേഴ്സണൽ ഇൻഫർമേഷൻ നേരത്തെ പോലെ തന്നെ പ്രീ ഫിൽഡ് ആയിരിക്കും. പഴയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഡാറ്റ വെച്ചിട്ട് റെസിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിൽഡ് ആയിരിക്കും. ഇത് സേവ് ചെയ്യുക. സാലറി ആൻഡ് അരിയർ കമ്പോണന്റ് വരുമ്പോൾ ഇവിടെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ ഇവര് നമ്മളെ കൊണ്ട് എനേബിൾ ആയാലും നമ്മൾ കാൽക്കുലേഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റ ഫിൽ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ ആഷ് കളർ കാണിച്ചേക്കുന്നതൊന്നും എഡിറ്റബിൾ ഫീൽഡ് അല്ല. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ വെച്ച് അവർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്നത് ടോട്ടൽ ടാക്സബിൾ ഇൻകം ആണ്. അതായത് ആ വർഷത്തെ നമ്മുടെ നെറ്റ് ടാക്സബിൾ ഇൻകം എത്രയാണോ അതാണ്. അപ്പൊ അതായത് ഇതിന്റെ അകത്ത് അരിയർ എമൗണ്ട് ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളതാണ്. എക്സ്ക്ലൂഡിങ് സാലറി അരിയർ. നമ്മുടെ ഇപ്പോൾ ഫോം 10 ചെയ്യുമ്പോൾ ഞാൻ എക്സൽ ഷീറ്റിൽ യൂസ് ചെയ്യില്ല, ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് ഉണ്ടാകുന്നത്. അരിയർ എമൗണ്ട് നമ്മളിവിടെ എൻട്രി ചെയ്യാൻ പ്രൊവിഷൻ ഇല്ല. നമ്മൾ താഴെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നിടത്തുനിന്ന് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. കാരണം അതിന്റെ ക്രോസ് ചെക്കിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഫീൽഡുകളിലൊന്നും എൻറ്ററിങ് ഇല്ല. തിരിച്ച് താഴേന്ന് അവർ നമ്മൾ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്താൽ നമ്മുടെ ഒരു പ്രീവിയസ് ഇയറിലെ എമൗണ്ട് എൻ്റർ ചെയ്താൽ എമൗണ്ട് ആവും. അത് രണ്ടാമത്തെ സെഷനിൽ എൻ്റർ ചെയ്യാൻ ഫീച്ചർ ഇല്ല. കാരണം ടേബിൾ എ ഫില്ല് ചെയ്യുമ്പോൾ തിരിച്ച് ഇവിടെ ഡാറ്റ എൻ്റർ വരുവാണ്. ഇതും കൂടെ ആഡ് ചെയ്താണ് 3 വരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതേ എമൗണ്ട് തന്നെ കാണിക്കും. ആദ്യത്തിലുള്ള ടാക്സ് എമൗണ്ടും സിസ്റ്റം കാൽക്കുലേറ്റഡ് ആണ്. അപ്പം ഫൈനാൻഷ്യൽ ഇയറിലെ സ്ലാബ് വെച്ചിട്ട് നമ്മുടെ നേച്ചർ അനുസരിച്ച് അത് ഓട്ടോ കാൽക്കുലേറ്റ്. കാരണം നമ്മളിവിടെ ന്യൂ റിജീമാണ് തിരഞ്ഞെടുത്തേക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇത് വർക്കൗട്ട് ആയിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ മാറ്റി അടുത്ത ഡാറ്റ എൻ്റർ ചെയ്യണം. നമുക്ക് ടാക്സബിൾ ഇൻകം ഈ ഫീൽഡ് ഉണ്ടാകാം. നമ്മൾ എൻ്റർ ചെയ്തു നമ്മൾ കാൽക്കുലേറ്റ് എന്ത് ചെയ്യാമെന്നും ഇവിടെ രണ്ടാമത് എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അരിയർ എമൗണ്ട് ഇവിടെ തനിയെ കാൽക്കുലേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ അത് ഇപ്പോൾ ഒന്നും എനേബിൾ അല്ല. പിന്നെ താഴെ പോയി നമ്മുടെ ഒരു ടേബിൾ എന്ന് പറയുന്ന സെഷൻ ഉണ്ട്. നമ്മൾ നോർമലി അരിയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ താഴെയുള്ള ഒരു ടേബിൾ ഫോം ഉണ്ട്. അത് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. ഇവിടെ പ്രത്യേകത നമ്മൾ ആദ്യമേ അസസ്മെന്റ് ഇയർ തിരഞ്ഞെടുക്കുന്നു. ആ ഫൈനാൻഷ്യൽ അന്നുണ്ടായിരുന്ന നമുക്ക് ഇൻകം എന്നാന്ന് എൻ്റർ ചെയ്യുന്നു 2 എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ആ വർഷത്തെ അരിയർ ആയിട്ട് കിട്ടിയ എമൗണ്ടും. അപ്പോൾ അത് പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടാക്സ് എത്രയാണെന്ന് ഇവിടെ എൻ്റർ ചെയ്യണം. അവരും അതേപോലെ തന്നെ പാരലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. അതായത് നമ്മൾ എൻ്റർ ചെയ്ത് ആ വർഷത്തെ നമ്മുടെ സാമ്പത്തിക നമ്മൾ ഫയൽ ചെയ്ത എമൗണ്ട് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവരുടെ ടാക്സ് എത്രയായിരുന്നു എന്നുള്ളത് കാണിച്ചു തരും. കൂടാതെ നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം ഉള്ളതും എൻ്റർ ചെയ്ത് ഇവിടെ കാണിക്കും. അതായത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അവിടെ തന്നെ നോട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പം ആ ഫീൽഡ് കറക്റ്റായിട്ട് വായിച്ചു നോക്കി എൻ്റർ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഉണ്ടാകുന്ന ഇയർ സെലക്ട് ചെയ്യുന്നു, ഇയർ എൻ്റർ ചെയ്യുന്നു, ആ വർഷത്തെ ഇൻകം എത്രയാണെന്ന് എൻ്റർ ചെയ്യുന്നു, ആ വർഷം കിട്ടിയ നമ്മുടെ അരിയർ എമൗണ്ട് ആ വർഷത്തെ കിട്ടിയത് എത്രയാണെന്ന് എഴുതുന്നു. അത് പ്രകാരം ടാക്സ് എത്രയാന്നുള്ള കാൽക്കുലേഷൻ ഈ ഫീൽഡിൽ അന്നത്തെ ടാക്സ് എത്രയായിരുന്നു, അതിൻ്റെ അകത്തെ ഈ എമൗണ്ടിന്റെ ടാക്സ് കൂടെ വരുമ്പോൾ എത്രയായിരുന്നു ടാക്സ് അടയ്ക്കേണ്ട വന്നതെന്നുള്ളത് ഇവിടെ എൻ്റേഡ് ആയി കാണും. അപ്പൊ അങ്ങനെയാണ് ഈ ഡിഫറൻസ്. നമ്മൾ അരിയർ കിട്ടിയതിൽ നിന്ന് 1000 രൂപയും കൂടെയാണ് അതിന്റെ ടാക്സ് വന്നതെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇങ്ങനെ ഓരോ വർഷത്തെ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ടേബിൾ സ്ട്രക്ചറിലേക്ക് ഇവർ മാറ്റി കാണിക്കും. നമ്മുടെ ടേബിൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടേബിൾ ആയിട്ട് അവർ കാണിക്കും. അങ്ങനെ എത്ര വർഷമുണ്ടോ അത്രയും വർഷത്തെ എൻ്റർ ചെയ്യുക. അപ്പൊ അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വർഷത്തെ അരിയർ ആയിട്ട് എൻ്റർ ചെയ്ത എമൗണ്ടിനെ ക്യുമുലേറ്റീവ് എടുത്തിട്ടാണ് അവർ ബാക്കി കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നത്. അതും തെറ്റാകാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തേക്കുന്ന രീതി അതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്യുന്നു. ആ എൻ്റർ ചെയ്യുന്ന എമൗണ്ട് വെച്ചിട്ട് ഓരോ കോളത്തിലും ടാക്സ് റിലീഫ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തിരിച്ച് അത് സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും എത്ര എമൗണ്ട് ആണ് നമുക്ക് റിലീഫ് കിട്ടാവുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഈ പറയുന്ന ടാക്സ് റിലീഫ് ആയിട്ട് വരുന്ന എമൗണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ഈ വെരിഫൈ എന്ന് പറയുന്ന വെരിഫിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോകണം. അപ്പൊ ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് റിലീഫായിട്ട് ആ പ്രീവിയസ് ഇയറിൽ ഇതായിരുന്നു കിട്ടിയിരുന്നത്, അന്ന് അടച്ചിരുന്നെങ്കിൽ അത്രയും ടാക്സ് മതിയായിരുന്നു, ഇന്ന് വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടാക്സ് വന്നത്, അതുകൊണ്ട് പഴയ രീതിയിൽ ഇതിനെ കണക്കാക്കണം. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് എമൗണ്ട് നമുക്ക് എനേബിൾ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡാറ്റ ആണ്. ഇതിനെ നമ്മൾ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്യുന്ന പ്രൊസീജിയറിൽ നമ്മൾ ടിക്ക് ചെയ്യാൻ നമ്മുടെ പേര് കാണിക്കും, നമ്മൾ പ്ലേസ് എൻ്റർ ചെയ്യുക, നമ്മൾ ഏത് മെഷീനിൽ നിന്നാണ് എൻ്റർ ചെയ്യുന്നത് IP അഡ്രസ് അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, ഏത് ഡേറ്റിലാണ് ഫയൽ ചെയ്യുന്നതെന്നുള്ള അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സേവ് ചെയ്യുക. ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ച് ഈ ചെയ്തേക്കുന്ന സാധനത്തിന് നമ്മൾ ഫയൽ ചെയ്യുന്ന ഫോമിലേക്ക് ഇതിനെ കാണിച്ചു തരും.
ഇതാണ് ഫോം 10E നമ്മൾ കോമൺ ആയിട്ട് കോളേജിൽ സബ്മിറ്റ് ചെയ്യുന്ന ഫോം. ആ രീതിയിലേക്ക് ഇവർ ഇതിനെ കൺവേർട്ട് ചെയ്ത് തരും. ഇവിടെ കാണുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ഇതാണ് നോർമലി നമ്മൾ കാണുന്ന സബ്മിറ്റ് ചെയ്യുന്ന ഫോമിന്റെ രീതി. ഇവിടെ നിന്ന് നമുക്ക് പ്രൊസീഡ് ടു വെരിഫൈ നടത്താം. ആധാർ OTP ലിങ്ക്ഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ പ്രൊസീജിയർ നടത്താവുന്നതാണ്. ഇതും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ 10E ഫയലിംഗ് പൂർത്തിയാവുള്ളൂ. ഇതും വെരിഫൈ ചെയ്യണം. കാരണം വെരിഫിക്കേഷൻ പ്രൊസീജിയർ രണ്ടിനെയും കൂടി ഒരെണ്ണം ഞാൻ കാണിക്കാം. ഇത് ഇതിന്റെ വെരിഫിക്കേഷൻ പ്രൊസീജിയർ ആണ്. ഇനി നമുക്ക് ഇടയ്ക്ക് ഇതിനെ എടുത്ത് നമ്മൾ പാർഷ്യലി ഇടയ്ക്ക് നിർത്തിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന് രണ്ടാമത് ലോഗിൻ ചെയ്ത് വന്നാൽ ഇവിടെ കാണിക്കും. ഇവിടെ ഓപ്ഷനായിട്ട് നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഡാറ്റ ഇവിടെ പ്രീഫിൽഡ് ആയിട്ട് കാണിക്കും. ഡിലീറ്റ് ഡ്രാഫ്റ്റ് റിസ്യൂം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് തിരിച്ചു വന്നാൽ റിസ്യൂം ഓപ്ഷൻ തുറന്നാൽ നമുക്ക് നേരത്തെ ഫില്ല് ചെയ്ത് സേവ് ചെയ്ത ഡാറ്റ അവിടെ ഉണ്ടാകും. ബാക്കി ചെയ്താൽ മതി. ഇത് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ അടിച്ചിട്ട് വീണ്ടും നേരത്തെ പോലെ 10E എടുത്ത് മുന്നോട്ട് പോയാലും മതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ബാലൻസ് ടാക്സ് പേ ചെയ്യേണ്ട വന്നു. നേരത്തെ നമ്മൾ കൊടുത്തതിനൊക്കെ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ബാലൻസ് ടാക്സ് പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ അകത്ത് പ്രിവ്യൂയിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ കാണിക്കും എത്ര എമൗണ്ടും കൂടെ അടയ്ക്കാനുണ്ടെന്ന് കാണിക്കും. ആ അടയ്ക്കുന്നതിന്റെ കാൽക്കുലേഷൻ വന്നത് എങ്ങനെയാണെന്ന് കാണിക്കും. ആ കാൽക്കുലേറ്റഡ് എമൗണ്ട് നമുക്ക് ഇവിടെ തന്നെ ഓൺലൈനിൽ എമൗണ്ട് പേബിൾ ആണോ റീഫണ്ട് ആണോ എന്നനുസരിച്ച് ഇവിടെ എമൗണ്ട് പേബിൾ ആണെങ്കിൽ ഇവിടെ എമൗണ്ട് ആവും. ഇവിടെ ഓപ്ഷൻ ഉണ്ട് പേ നൗ ഓർ പേ ലേറ്റർ. പ്രിഫറബിളി പേ നൗ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കുക. പേ നൗ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ എക്സ്റ്റേണൽ ബാങ്ക് പോർട്ടലിലേക്ക് പോകാനായിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോൾ ഉള്ള ഏക കാര്യം വെച്ചാൽ ആ ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ടുകളോ ഫോട്ടോ എടുത്ത് വെക്കുക. കാരണം അതിൻ്റെ അതൊരു ചെല്ലാൻ നമ്പറും BSR നമ്പറും ഉണ്ട്. ചില സമയങ്ങളിൽ ഇത് നമ്മളിപ്പോൾ ലേറ്റ് ആയിട്ട് ജൂലൈ 31-ലേക്കൊക്കെയാണ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ഇത് ബാങ്കിങ് ബിസി ആയിരിക്കും, നെറ്റ്വർക്ക് ബിസി ആയതുകൊണ്ട് സക്സസ്ഫുൾ ആകുകയില്ല, ടൈം എടുക്കും, റിവേർട്ട് ആയി പോവുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത എൻട്രി നമുക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ഡാറ്റ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ കാര്യം നമ്മൾ പേയ്മെന്റിന്റെ ഇടയ്ക്ക് വെച്ച് ആ ഡാറ്റ എടുക്കാൻ ഓർക്കുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ബട്ടൺ എടുക്കുക. ഇവിടെ നമ്മൾ ഏത് അസസ്മെന്റ് ഇയറിലാണ്, അപ്പോൾ നമ്മുടെ കാറ്റഗറി ഡീഫാൾട്ട് ഫിൽഡ് ആയിരിക്കും. സെൽഫ് അസസ് നടക്കുന്നതിനാണ് വരുന്നത്. കണ്ടിന്യൂ എടുക്കുക. ഇവിടെ പേയ്മെന്റ് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ കാണിക്കും. എന്തെങ്കിലും അഡീഷണൽ സർചാർജ് അവർ ഇൻട്രസ്റ്റ് ഇൻവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ അകത്ത് കാണിക്കുക. അല്ലെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ടാവും. അതിനെ മുന്നോട്ട് ഇത്ര രൂപ എന്ന് കാണിക്കും. അത് പേ ചെയ്യാനായിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ അടിക്കുക. ഇവിടെ ബാങ്ക് എല്ലാ നെറ്റ് ബാങ്കിങ്ങിന്റെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. പ്രിഫറബിളി ഏത് ബാങ്കാണോ നിങ്ങളുടെ അക്കൗണ്ട് ഉള്ളതോ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ പേയ്മെന്റ് RTFTയോ UPAയോ വെച്ചിട്ട് പേയ്മെന്റ് നടത്താം. അതിൻ്റെ അകത്ത് കണ്ടിന്യൂ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒരു സമ്മറി പേജ് കാണിക്കും. ഏതൊക്കെ കാറ്റഗറിയിലാണ് അടയ്ക്കുന്നത്, എത്ര എമൗണ്ട് ആണ് കാണിക്കുന്നത്, ഏത് പാനലാണ് അടയ്ക്കുന്നത് എന്നുള്ള ഡാറ്റ അവർ കാണിക്കും. അതും വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ പേ നൗ ബട്ടൺ നടക്കുക. പേ നൗ ബട്ടൺ ആകുമ്പോഴത്തേനും ഇത് എക്സ്റ്റേണൽ ബാങ്കിന്റെ സൈറ്റിലേക്കാണ് പോകുന്നത്. ബാങ്കിന്റെ സൈറ്റിൽ പോയി അവിടുത്തെ ഈ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിലേക്ക് പോയി അവിടുത്തെ ലോഗിൻ അടിച്ചു കഴിയുമ്പോൾ ഈ രീതിയിലൊരു കാര്യം വരും. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുക. ഇവിടെയുള്ള നമ്പറുകൾ നമുക്ക് ഈ പ്രോസസ്സ് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ എമൗണ്ട് കാണിച്ച് കൺഫേം ചെയ്യുക. ഇത് പേയ്മെന്റ് സക്സസ്ഫുൾ ആയെങ്കിൽ ഇവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആ ചെല്ലാൻ നമ്പറും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ. മിക്കവാറും ട്രാൻസാക്ഷൻ നേരത്തെ ആണെങ്കിൽ ബിസി അല്ലാത്ത സമയത്താണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഇത് മാപ്ഡ് ആയിക്കോളും. ഇല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ മാനുവലി എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. നോർമലി ഇത് നമ്മുടെ ആ സിസ്റ്റത്തിൽ തന്നെ തിരിച്ച് ക്യാപ്ചറായി നമ്മൾ അടച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തി വന്നോളൂ. അപ്പൊ അവിടെ എമൗണ്ട് എത്രയാണെന്ന് ഏതൊക്കെ ഹെഡിലാണ് അടച്ചതെന്നും അതിന്റെ CNN നമ്പർ റെഫറൻസ് നമ്പർ ഒക്കെ ഉണ്ടാവും. ഇതാണ് നമുക്ക് സക്സസ്ഫുൾ ഡാറ്റ ഉണ്ടാവുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയോ പേ ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന സെഷനിൽ ഇത് കയറി വരും. സെൽഫ് അസസ്ഡ് ടാക്സിന്റെ സെഷനിൽ നമ്മൾ അടച്ച എമൗണ്ട് അത് കയറി അതിന്റെ ചെല്ലാൻ നമ്പർ ഉൾപ്പെടെ കയറി വരും. അപ്പൊ അത് കഴിഞ്ഞ് അത് കൺഫേം ചെയ്താൽ വെരിഫൈ ലൈബിലിറ്റി സെഷനിലേക്ക് പോകാം. അതിൽ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ഓപ്ഷൻ എടുത്താൽ നമ്മുടെ വാലിഡേഷൻ അത് ഇപ്പം നമ്മൾ എൻ്റർ ചെയ്തൊക്കെ കാര്യത്തിന് മുഴുവൻ അവർ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യും. ആ വാലിഡേഷൻ പ്രോസസ്സിൽ നെറ്റ് പേയ്മെന്റ് 0 ആണെങ്കിൽ മാത്രമാണ് ഈ വെരിഫൈയിലേക്ക് പോകാവുള്ളൂ. അതായത് അങ്ങോട്ട് ടാക്സ് അടയ്ക്കാനില്ല, ഒന്നെങ്കിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ റീഫണ്ട് എമൗണ്ട് ആയിരിക്കണം. നമ്മൾ അടയ്ക്കാനില്ലെന്നോ അല്ലെങ്കിൽ നമുക്ക് റീഫണ്ട് ഉണ്ടെന്ന് പറയുന്ന രീതിയിലാക്കിയതിന് ശേഷമേ ഈ പ്രോസസ്സ് കംപ്ലീറ്റിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സമ്മറി പേജ് കാണിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് റിട്ടേൺ ഉണ്ട്. അപ്പം ഈ കംപ്ലീറ്റ് സാധനത്തിനെ നമുക്ക് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ പേരും ഫാദറിന്റെ പേരും നമ്മൾ സെൽഫാന്നുള്ള രീതിയിൽ കാണിക്കും. പിന്നെ പ്ലേസും ഡേറ്റ് നമ്മൾ ആധാർ നമ്പർ ഉണ്ടാവും. പ്ലേസ് എൻ്റർ ചെയ്യുക. പ്ലേസ് എൻ്റർ ചെയ്ത് ഈ ചെക്ക് ബോക്സ് ടിക്കും മാർക്ക് ചെയ്താൽ ഇറ്റ്സ് വിൽ ബി ദിസ് ഫോം.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. നമ്മളല്ല ചെയ്യുന്നതെങ്കിൽ ടാസ്ക് പ്രാക്ടീഷണേഴ്സ് ആണെങ്കിൽ ഇത് വേണ്ട, അവർക്ക് ഈ രീതിയിൽ എൻ്റർ ചെയ്ത് ഈ വാലിഡേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാം. ഇവിടെ പ്രൊസീഡ് ടു വാലിഡേഷൻ നടത്തിയാൽ ഏതൊക്കെ എറർ ഉണ്ടെന്നുള്ളത് കാണിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എററിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഒരു ഫോംസിനകത്ത് അവരുടെ ബഗ് പ്രകാരം ഉണ്ട് ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ തന്നെ കാണിക്കും. ഇത് ക്ലിക്ക് ചെയ്താൽ ആ ലൊക്കേഷനിലേക്ക് പൊക്കോളും. ഈ എറർ മെസ്സേജ് എന്താണെന്ന് അവിടെ കാണിക്കും. ഇവിടെ ഉണ്ടായിരുന്ന എറർ മെസ്സേജ് എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈമറി അഡ്രസ്സും സെക്കൻഡറി അഡ്രസ്സും എന്ന് പറയുന്ന ചോദ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. അത് പ്രൈമറി അഡ്രസ്സ് തന്നെയാണ് എസ് എന്ന് കൊടുത്താൽ ബാക്കി എല്ലാം പ്രീഫിൽഡ് ആയിട്ട് വരും. ഇത് സേവ് ചെയ്യുക പേഴ്സണൽ ഇൻഫർമേഷൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ സൈഡിൽ ഒരു ഗോ ടു വാലിഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോയി അവസാനം ചെന്ന് വാലിഡേഷൻ ഒന്നുകൂടെ നടത്താം. അല്ലെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ ഒരു സ്ക്രോൾ ഉണ്ടാവും, ഗോ ടു വാലിഡേഷൻ എന്ന് പറഞ്ഞ്, അതെ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് വാലിഡേഷൻ പേജ് പിന്നെ പോകാം. രണ്ടാമതുണ്ടായിരുന്ന എറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നതിന്റെ ഇയർ കൊടുത്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലങ്ങളിലും ആ ഇയർ അവർ നൽകുന്നില്ലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഇയറിന്റെ എൻട്രി നടത്തിയെങ്കിലേ ഉള്ളൂ. തുച്ഛമായ 500 രൂപയുടെ ഒക്കെ പരിപാടിയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ ഉണ്ട്. 500 രൂപയിൽ നിന്ന് 50 രൂപ പിടിച്ച ടാക്സിന്റെ കാര്യമാണ് ഈ വരുന്നത്. അപ്പം ആ വാലിഡേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ എടുക്കുക. അതാണ് പ്രിവ്യൂ ഓപ്ഷൻ വരുന്നത്. അപ്പൊ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സേഫ് ആയിട്ട് വെക്കാം. നമ്മൾ ചെയ്ത കാര്യങ്ങളെ ഒരു സിംഗിൾ PDF ഫയൽ നമുക്ക് അവൈലബിൾ ആവും. കംപ്ലീറ്റ് ഡാറ്റാനെ സമ്മറി ഷീറ്റ് ആയിട്ട് അവൈലബിൾ ആവും. ഓരോ ഹെഡ് തിരിച്ച് ഏതൊക്കെയാണെന്നുള്ളത് അത് മുഴുവൻ വെരിഫൈ ചെയ്തതിനു ശേഷം വി ക്യാൻ ഹാവ് എ പ്രൊസീഡ് ടു വാലിഡേഷൻ എന്ന് പറയുന്നത് പോകാം. ഇവിടെയാണ് ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയർ വരുന്നത്. ഈ വെരിഫിക്കേഷൻ പ്രൊസീജിയറിൽ പലവിധ ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നാമത്തെ ഉള്ളത് ഇ വെരിഫൈ നൗ ലേറ്റർ ഓഫ് ITR 5. ITR 5 എന്ന് പറയുന്നത് ഇതിന്റെ അക്നോളജ്മെന്റ് പ്രിന്റ് അടിച്ച് നമ്മൾ ഒപ്പിട്ടിട്ട് ബാംഗ്ലൂർ അഡ്രസ്സിൽ അയക്കുക എന്നുള്ളതാണ് 30 ദിവസത്തിനുള്ളിൽ. അതിനൊക്കെ ഓർഡിനറി പോസ്റ്റിൽ ആയിക്കോളൂ. ഈ സ്പീഡ് പോസ്റ്റ് ഇപ്പൊ അക്സെപ്റ്റബിൾ ആണ്. മറ്റത് ഓർഡിനറി പോസ്റ്റ് മാത്രമേ സ്വീകരിക്കുള്ളായിരുന്നു. ഇപ്പൊ സേഫ് ആയിട്ടുള്ളത് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഇ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അതാണ് അവരും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ടോ ഡിമാറ്റ് അക്കൗണ്ടോ ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് ചെയ്യാം. എല്ലാവർക്കും ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ഉള്ളതുകൊണ്ട് അത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇ വെരിഫൈ ടെക്ക് ചെയ്യുക. അപ്പം കണ്ടിന്യൂ ഓപ്ഷൻ വരും. ദെൻ പാനും ഡീറ്റെയിൽസ് കാണിക്കും. ഇവിടെ നമ്മൾ എന്താണ് ഫസ്റ്റ് ചോയ്സ് എടുക്കുക. ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ OTP നമ്പർ വിത്ത് ആധാർ ലിങ്ക്ഡ് ആയിട്ട് കാണിക്കുക. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആധാർ നമ്പർ ലിങ്ക്ഡിലായിട്ട് നമ്മൾ ആധാർ വാലിഡേറ്റ് ചെയ്യാനും കൂടെ അനുമതി കൊടുക്കണം. അത് എഗ്രി ചെയ്തെങ്കിൽ മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ. ജനറേറ്റ് OTP ഓപ്ഷൻ വരും. അതിനെ OTP വന്നാൽ നമ്മൾ എൻ്റർ ചെയ്യാം. അതിനെ വാലിഡേറ്റ് ചെയ്യാം. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിഷൻ സക്സസ്ഫുൾ ആയിട്ട് എന്ന് കാണിക്കും. ഇപ്പൊ സബ്മിറ്റ് ചെയ്ത കാര്യത്തിനെ അവർ സബ്മിഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന മെസ്സേജ് കാണിക്കും. ഇതിനെ പ്രൊസീഡ് ബട്ടൺ ഞെക്കിയാൽ നമ്മുടെ മെയിലിലേക്കും അതിന്റെ കോപ്പി അയച്ചിട്ടുണ്ടാവും. മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൗൺലോഡ് റെസിപ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ ID അതിന്റെ അറ്റാച്ച് ചെയ്ത് റെസിപ്റ്റ് വന്നിട്ടുണ്ടാവും. ഇതല്ലെങ്കിൽ നമ്മുടെ ഫയൽ ഓപ്ഷനിൽ ചെന്നാൽ ഇവിടെ ഇൻകം ടാക്സ് റിട്ടേൺ ഉണ്ട്. ഫയൽ റിട്ടേണിന്റെ തൊട്ട് താഴെ വ്യൂ ഫയൽഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതുവരെ എല്ലാ വർഷം നടത്തിയിരിക്കുന്ന കാര്യങ്ങളെ ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ചെയ്തേക്കുന്ന കാര്യത്തിനെ ഇവിടെ കാണിക്കും. നമ്മൾ ചെയ്തേക്കുന്ന ട്രാൻസാക്ഷൻ പ്രോസസ്സ് 1 by 1 ആയിട്ട് ഇത് കാണിക്കും. റീഫണ്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത സ്റ്റേജുകൾ കൂടി ഉണ്ടാവും. നോട്ടീസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത നോട്ടീസുകളായിട്ട് വരും. ലേറ്റസ്റ്റ് ആയിട്ട് വർഷത്തിന് നേരെ ഉണ്ടാവും. ഇവിടെ ഡൗൺലോഡ് റെസിപ്റ്റ് ഉണ്ടാവും. ഇതാണ് നമ്മൾ അക്നോളജ്മെന്റ് ഫോം ആയിട്ട് പറയുന്നത്. ഇതാണ് ഈ ബാങ്കുകളെല്ലാം ആവശ്യപ്പെടുന്ന ലാസ്റ്റ് 3 ഇയറിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിന്റെ സമ്മറി എന്ന് പറയുന്നത് ഈ റെസിപ്റ്റ് ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഓട്ടപ്രദർശനമായിട്ട് പറയാവുന്നത്.